അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അങ്ങനെ മക്കളെ ഞാൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ ഇന്നത്തെ യാത്ര നീ ആശീർവദിക്കണമേ. വലിയ മഴയും കോളും കാറ്റും വാഹനങ്ങൾ ദൗർലഭ്യതയും പലതരത്തിലുള്ള തിരക്കുകളും, കുഞ്ഞുങ്ങൾ അഡ്മിഷന് വേണ്ടി പോകുന്നവരുണ്ട്, പുതിയ സ്കൂളിലേക്ക് പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, അവരെ കൊണ്ട് ആക്കുന്ന അമ്മമാരുണ്ട്. അവർക്ക് പനിയും ജലദോഷങ്ങളൊന്നും വരാതെ അവരെ സംരക്ഷിക്കുകയും കുഞ്ഞുങ്ങളെല്ലാം നന്നായി പഠിക്കാനുള്ള ആർത്തിയും ആഗ്രഹവും കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവരും പലരും നാട് വിട്ടു പോകാൻ ആഗ്രഹിക്കുമ്പോൾ നാട് വിട്ടു പോകേണ്ടാത്തവർക്ക് പോലും കർത്താവ് തങ്ങൾക്ക് എന്തോ കുറവുണ്ടെന്ന് പറഞ്ഞ്
തങ്ങൾക്ക് നടക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ജീവിതം ഇങ്ങനെ മുട്ടി പോലെ നിൽക്കുന്നവരുണ്ട് ഈശോയെ. ആവശ്യമില്ലാത്ത ടെൻഷൻ, മറ്റുള്ളവരെ ഭാരം കൊടുക്കുന്ന, അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം കർത്താവെ, നിന്നെ സത്യത്തോടെ തേടുന്നവരും അവർ ആത്മീയ ഉപദേശം പോലും കിട്ടാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരെ നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, നിൻ്റെ വലിയ ചൈതന്യം മക്കളിലേക്ക് ആവശ്യിക്കണമേ. ഏതെല്ലാം തരത്തിൽ മക്കൾ അധൈര്യരാകുന്നുവോ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ അധൈര്യരാകുന്നുവോ, വാക്കുകൊണ്ട് വാപൊളിച്ച് മിണ്ടാനറിയാൻ പാടില്ലാത്തവർ, പറഞ്ഞാൽ തെറ്റിപ്പോകുന്നവർ, പറഞ്ഞാൽ മറ്റുള്ളവർ സ്വരമുണ്ടാക്കി സത്യത്തെ അടിച്ചമർത്തി കളയുന്നവർ, അതുകൊണ്ട് തങ്ങൾ ജീവിതത്തിൽ തോറ്റുപോകുന്നവർ, ഇങ്ങനെ അതുകൊണ്ട് മാർജിനലൈസായി പോയി സൈഡിലായി പോകുന്ന ആൾക്കാർ ഇങ്ങനെ കുടുംബത്തിലും പൊതുസമൂഹങ്ങളിലും ഉണ്ട് കർത്താവേ. അവർക്കെല്ലാം വേണ്ടി വാദിക്കണമേ കർത്താവേ. നിൻ്റെ ദൂതനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഓരോരോ കാര്യത്തെ എനിക്ക് പറയാൻ ആരുമില്ല, എനിക്കൊരു ഉപദേശം തരാൻ ആരുമില്ല. ഞാൻ എന്താണ് പഠിക്കേണ്ടത്, എവിടെയാണ് പോകേണ്ടത്, ഞാൻ കേൾക്കണത് ശരിയാണോ, ഞാൻ അവിടെ തന്നെയാണ് പോകേണ്ടത്, അതുകൊണ്ട് ഞാൻ ഗതി പിടിക്കുമോ, ആരോട് ചോദിക്കാൻ, ആര് പറയാൻ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നവരെ ഞാനിപ്പോൾ ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അവരിൽ ഇറങ്ങി വസിച്ചുകൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് പോകേണ്ട വഴി, നീ പോകേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുന്ന അരുളി ചെയ്ത കർത്താവിൻ്റെ വാഗ്ദാനം പാലിക്കാൻ വാഗ്ദാനത്തിൻ്റെ പേടകമായ പരിശുദ്ധ ദേവമാതാവ് നിനക്ക് വേണ്ടിയും നിൻ്റെ കുടുംബത്തിന് വേണ്ടിയും നിൻ്റെ ജീവിതത്തിന് വേണ്ടിയും നീ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരൻ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ നമുക്ക് തെറ്റു പറ്റിപ്പോയി എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ, തെറ്റിൻ്റെ കാരണങ്ങൾ ഈശോ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. തെറ്റു വരാനുള്ള സാധ്യതകൾ, സാഹചര്യങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ. അതിലൊന്ന് മത്തായിയുടെ സുവിശേഷം 22:29. യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. എന്താ വിഷയം? വിശുദ്ധ ലിഖിതം എന്ന് പറഞ്ഞാൽ, വചനം എന്ന് പറഞ്ഞാൽ, ഈശോ അതിൻ്റെ തത്സമമായിട്ട് പറയുന്ന കാര്യം ദൈവത്തിൻ്റെ ശക്തി എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വചനത്തിനെക്കുറിച്ച് തന്നെയാണ് ഈശോ അതിൻ്റെ വചനം എന്താണെന്ന് പറയണത്. വചനം എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണെന്ന്. അതാണ് നമ്മൾ റോമ 1:16 ഇടയ്ക്ക് വായിക്കാറില്ലേ? സുവിശേഷം ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന, രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. വചനം ശക്തിയാണ്. അപ്പോൾ ഈ വചനം ശക്തിയാകുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, അത് എങ്ങനെയാണ്? ഇപ്പോൾ ചില ആൾക്കാർ വചനം എഴുതുന്നവരുണ്ട് ഇല്ലേ? എൻ്റെ അടുത്ത് ഇന്നാൾ ഒരു സഹോദരി നല്ല കളർഫുള്ളായിട്ട് ഗോൾഡ് കവറിട്ട് എൻ്റെ സൈഡിലെല്ലാം ചുവപ്പ് മഷി ചായം തേച്ച് ഒരു അടിയടി ബൈബിൾ തന്നെ അവർ കണ്ട് 3 വർഷം എന്തോ എടുത്ത് എഴുതിയതാണ് കൈകൊണ്ട്. ബൈബിള് കൈകൊണ്ട് എഴുതുന്ന കുറേ മനുഷ്യരുണ്ട്. അവരതിനോട് കാണിക്കുന്ന റെഫറൻസ് ഭയങ്കരമാണ്. അതിനെടുക്കുന്ന സമയം, അതിന് വേണ്ട ദൈവസ്നേഹം, അതൊരു സാക്ഷ്യമാണ് ശരിക്കും. പക്ഷേ പലതരത്തിൽ നമുക്ക് വചനത്തെ ഗ്ലോറിഫൈ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഈശോ പറയുമ്പോൾ, വചനം എന്ന് പറയുമ്പോൾ ഈശോ പറയും അത് ബേസിക്കായിട്ട് വാട്ട് ഈസ് ഇറ്റ്? പവർ ഓഫ് ഗോഡ് എന്ന് പറയും, ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ഈ വചനം എഴുതുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്? അതാ വചനം കേൾക്കുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്? അതാ വചനം ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശക്തി കിട്ടുന്നത്? അത് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. ഇപ്പോൾ ഈശോ പറഞ്ഞത്, ഇപ്പോൾ 22-29 മത്തായിയുടെ സുവിശേഷത്തിൽ എന്താ ഈശോ പറയണത്? വിശുദ്ധ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ. അപ്പം വിശുദ്ധ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അപ്പം വിശുദ്ധ വചനത്തിൽ വരണമെല്ലാം ദൈവത്തിൻ്റെ ശക്തിയാണ്. പക്ഷേ വചനം വായിക്കുമ്പോൾ എഴുതുമ്പോഴോ ആ ശക്തി നമ്മളിലേക്ക് ഒരു മെറ്റാബോളിസം നടക്കുന്നുണ്ടോ, ഒരു പചന പ്രക്രിയ നടക്കുന്നുണ്ടോ എന്നുള്ള വേറെ വിഷയമാണ്. കാര്യം നമുക്കറിയാം, ഇപ്പോൾ വിത്ത് ദൈവവചനമാണെന്ന് പറയുന്നില്ലേ, വിത്ത് വചനമാണെന്ന് പറയുന്നില്ലേ. ഇപ്പം നെല്ലിൻ്റെ വിത്തിനെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ വിത്ത് വചനമാണ്. വചനത്തെ വിത്തായിട്ടാണ് കർത്താവ് ഒരു ഉപമയിൽ പറയണത്.
ലൂക്കാ 8:11. വിത്ത് ദൈവവചനമാണ്. വിത്ത് ദൈവവചനമാണ്. അപ്പോൾ ദൈവവചനത്തെ അവിടെ വിത്ത് എന്നാണ് വിളിക്കണം. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇപ്പോൾ ഈ നെല്ലിൻ്റെ വിത്ത് അത് എനർജി ആയിട്ട് ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ, അപ്പോൾ അറിയാത്ത കൊണ്ട് എനിക്ക് തെറ്റ് സംഭവിക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ വിത്ത് എപ്പോഴാണ് ശക്തിയായിട്ട് മാറണത്? ഇപ്പം നെല്ല് തന്നെ എപ്പോഴാണ് ശക്തിയായിട്ട് മാറണത്? അത് ചോറാകുമ്പോഴാണ്. എങ്ങനെയാണ് അതിനെ വേവിക്കണത്? വചനത്തെ വിത്താകുന്ന വചനത്തെ വേവിക്കണത് എങ്ങനെയാണ്? അത് ദൈവസ്നേഹത്തിൻ്റെ ചൂടിലാണ് ഈ സംഭവം വേകണത്. അതിൻ്റെ വെള്ളമുണ്ട്. ആ വെള്ളം ചിലപ്പോൾ പ്രത്യാശയാകും, അല്ലെങ്കിൽ വിശ്വാസമാകും. അപ്പം ഈ വിത്ത് വേവിച്ച് കഴിയുമ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ദൈവിക പുണ്യങ്ങളിലാണ് ഈ വിത്ത് ചോറാകണത്, എന്നാൽ ഭക്ഷിക്കാൻ പറ്റുന്ന പരുവത്തിലാകണത്. വചനം ഇപ്പം നിങ്ങൾ എഴുതിയാലും നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ല, പ്രത്യാശയില്ല. അതുപോലെ തന്നെ അപ്പം നിങ്ങളവർക്കും പ്രത്യാശയില്ലാത്ത ഒരു വചനം എഴുതുകയെന്ന്. വചനം ആർക്കും എഴുതാമല്ലോ. പക്ഷേ ഈ വചനത്തിന് അത് എഴുതുമ്പോഴും പറയുമ്പോഴും, ഞങ്ങളെപ്പോലെ പറയുമ്പോഴും, ഈ വചനം എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നെല്ല് ചോറാകണമെങ്കിൽ അത് പുഴുങ്ങണം. അതിനെന്തൊക്കെ വേണം? അതിന് തീ വേണം, വെള്ളം വേണം, കലം വേണം, കുറേ സാധനങ്ങൾ വേണം. അപ്പോൾ ഇത് എല്ലാം ഉപയോഗിച്ച് അത് ചോറാക്കി കഴിയുമ്പോൾ, നമ്മൾ ചോറ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചോറെന്താണ്? ചോറ് കഴിക്കുമ്പോൾ അത് അന്നജം അല്ല അന്നജമായി മാറുന്നു. അന്നജമായി വായിക്കുമ്പോൾ ചോറിൻ്റെ അകത്ത് എന്താ ഉള്ളത്? അതിൻ്റെ അകത്ത് സ്റ്റാർച്ചുണ്ട്. ദഹിച്ച് കഴിയുമ്പോൾ എന്താ വരുന്നത്? പചന വ്യവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, പചനം ദഹിച്ച് കഴിയുമ്പോൾ, അല്ല ചോറ് ദഹിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് സ്റ്റാർച്ച് വരും, ഷുഗർ വരും, എനർജി കണ്ടൻ്റാണ് ഷുഗർ. പിന്നെ 7% പ്രോട്ടീൻ വരും. അപ്പോൾ ഈ പ്രോട്ടീനും സ്റ്റാർച്ചും ഗ്ലൂക്കോസും ഒക്കെ പിന്നെ എന്ത് ചെയ്യും? അത് ബ്ലഡിലോട്ട് കലരും. ബ്ലഡിലോട്ട് കലർന്ന് ബ്ലഡ് എന്ത് ചെയ്യും? ബ്ലഡ് ഇത് കോശത്തിന് കൈമാറും. അപ്പോൾ കോശം എന്ത് ചെയ്യും? കോശം ഇതിൻ്റെ അകത്തു നിന്നുള്ള മിനറൽസ് എടുത്തിട്ട് കഴിച്ച് ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച് വരുമ്പോൾ അത് കോശം മൾട്ടിപ്പിളാവും, അത് വിഭജിക്കും. അങ്ങനെ മനുഷ്യർ വളരണത്. അപ്പം അവിടെയാണ് ഈ വിഷയം വരുന്നത്. ഇപ്പം ദൈവവചനത്തെയോ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയണം എന്ന് പറയുമ്പോൾ ഈ വചനം ദഹിച്ചാൽ മാത്രമേ ഇത് പവറായിട്ട് വരത്തുള്ളൂ. അത് ഭയങ്കര സീരിയസാണ്. ഇപ്പം ആ വചനം ദഹിക്കുമ്പോൾ എന്ത് വരും? ദഹിക്കുമ്പോൾ നമ്മൾ ക്യാപ്ചർ ചെയ്തു. പിന്നെ നെല്ലില്ല, വചനമില്ല, ചോറില്ല എന്ന് പറഞ്ഞാൽ അത് ബ്ലഡായി മാറി, ക്യാപ്ചർ ചെയ്തു. ഇപ്പം ഞങ്ങളൊക്കെ പുറത്തൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഇവിടുന്ന് ഒരു സാക്ഷ്യം കൊണ്ടുപോകും, നല്ല സാക്ഷ്യം നോക്കി. എന്ത് ചെയ്യും? ആ വിദേശ രാജ്യത്ത് പോയി അവിടെ കമ്പ്യൂട്ടറിലായിട്ട് അത് കൊടുക്കുമ്പോൾ ഒരു പെൻഡ്രൈവിലാണ് കൊടുക്കുന്നത്. പെൻഡ്രൈവ് കൊടുക്കുമ്പോൾ ഉടനെ അവരത് ക്യാപ്ചർ ചെയ്തിട്ട് പെൻഡ്രൈവ് നമുക്ക് ഇങ്ങോട്ട് തരും. ആ ക്യാപ്ചറിങ്, ഈ വചനം ക്യാപ്ചർ ചെയ്യണതാണ് എനർജി ആയിട്ട് മാറണത്. ഇത് അപ്പം ഞാൻ ചോദിക്കും, ഇപ്പം നിങ്ങൾ ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളൊരു മുറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിയത്തി അല്ലെങ്കിൽ ചേച്ചി ട്യൂഷന് പോയിരിക്കുക. അപ്പോൾ അമ്മ പറയും, മുറിയൊക്കെ അടിച്ചിട്ട് മക്കളെ. അപ്പം പിന്നെ ആകുമ്പോൾ മുറിയൊക്കെ സന്ധ്യപ്രാർത്ഥന സമയമായെന്നൊക്കെ പറയുമ്പോൾ ഉടനെ അനിയത്തി പോയിട്ട് ഒരു മുറി അടിക്കും. അടിച്ചിട്ട് അവരവിടെ പോകും, അവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അപ്പം വരും പ്രാർത്ഥനയ്ക്ക് കയറുക. അപ്പോൾ ഇത് അടിച്ചില്ലേ ഈ മുറിയൊന്നും? അപ്പോൾ അമ്മ മകളെ നോക്കും, അടിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനടിച്ച്, എൻ്റെ മുറി ഞാനടിച്ച്, അത് ചേച്ചിയുടെ മുറിയാണ്, ചേച്ചി വരുമ്പോൾ അടിക്കുമെന്ന്. അതാണ് വിഷയം. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയാണ്, ഈ വചനങ്ങളൊക്കെ അറിയാം, പക്ഷേ ഇത് എനർജി ആയിട്ടില്ല. കാര്യം നമുക്കൊരു സഹനവും ഒരു വർക്ക് ചെയ്യുമ്പോൾ, വർക്ക് തരുമ്പോൾ നമ്മൾ നമ്മുടേത് മാത്രം ചെയ്തിട്ട് വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക എന്ന് ഓർക്കണം, തിന്നായിരിക്കുകയല്ല. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പോലും മനുഷ്യർ, കാര്യം ദഹിക്കാത്ത വചനങ്ങൾ ഭയങ്കരമായി ഇന്നത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. വചനങ്ങൾക്ക് കേൾക്കണതിൻ്റെ ഒരു കുഴപ്പമില്ല, അതാ നെല്ലായിട്ട് അങ്ങനെ ഇരിക്കും, ദഹിക്കത്തില്ല ഈ സംഭവം. കർത്താവ് എന്താ പറഞ്ഞത്? അപ്പോൾ ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ ശക്തിയായിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. അപ്പം ദൈവശക്തി നമ്മളെ ആയിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ എളുപ്പമാകും. പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈശോ എന്താ പറഞ്ഞത്? നിന്നോട് 1 മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നവർ 2 മൈൽ പോകണമെന്നല്ലേ മകളെ പറഞ്ഞത്. കാര്യം എന്താ? ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് തരുമെന്നാണ്. അപ്പോൾ വചനം നമ്മൾ കേട്ട്
വചനം ദഹിച്ചു ദൈവസ്നേഹമായിട്ട് നിറഞ്ഞ് പവറായി നിൽക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വർക്കിംഗ് ചെയ്യും. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ആലോചനയുടെ ഓർമ്മയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് പറയും, മകളെ ഈശോ എന്താ പറഞ്ഞത്, 1 മൈൽ പോകാൻ നിങ്ങൾ നിർബന്ധിക്കുന്ന കൂടെ 2 മൈൽ പോകണമെന്നല്ലേ പറഞ്ഞത്. അപ്പോഴുടനെ ആ പരിശുദ്ധാത്മാവിന് അവൾക്ക് വ്യാഖ്യാനം കൊടുക്കും. അത് ശരിയാണ്, എന്നോട് 1 മുറി അടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് 2 മുറി അടിക്കണം. അതാണ് വിശുദ്ധ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാതെ മനുഷ്യന് തെറ്റ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മളെപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ കേൾക്കുന്ന ധ്യാനമൊക്കെ ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ 10-100 ധ്യാനം കൂടി ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരാ പഴയ അവസ്ഥ തന്നെ, പെരുമാറ്റത്തിലും രീതിയിലുമൊക്കെ പഴയ അവസ്ഥ തന്നെ. അവർ തന്നെ നമ്മൾ പറയുമ്പോഴൊക്കെ അത് മനസ്സിലാകണതേ. ഇപ്പം ഞാൻ നിങ്ങൾ എത്ര ധ്യാനം കൂടി എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഇങ്ങോട്ട് പറയും, ഞാൻ എല്ലാ മാസവും കൂടും ധ്യാനം, എല്ലാ മാസവും ധ്യാനം കൂടുമെന്ന്. ഓരോ സ്ഥലത്ത് ഒരു വിദേശ രാജ്യത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ എല്ലാ മാസവും ഇവിടെ ധ്യാനമുണ്ട്, എല്ലാ മാസവും വന്ന് കൂടും. പക്ഷേ ഇന്ന് വരെ ഈ പചന വ്യവസ്ഥ നടന്നിട്ടില്ല. വിത്തായിട്ട് തന്നെ ഇരിക്കുന്നു. അത് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുകയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്രതലമായി മാറുകയും പരിശുദ്ധാത്മാവ് ആലോചനയുടെ വ്യാഖ്യാനങ്ങളിലെയോ പ്രാർത്ഥനാപരങ്ങളിലെയോ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ നയിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ള ദുരവസ്ഥയാണ്. അപ്പം ഇത് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ നിറയാനും ദൈവവചനവും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശക്തിയും അറിയാത്ത കർത്താവിൻ്റെ കാലത്തെ ആൾക്കാരെ പോലെ ആവാതെ ഈ വചനത്തിൻ്റെ സമൃദ്ധിയുടെ ഈ വസന്ത മഴയിലെ അത് അവോളവും ആഹരിക്കുകയും അത് ദഹിച്ച് കർത്താവിൻ്റെ ശക്തിയിൽ ജീവിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മാറ്റിയതിനെ ഓർത്ത് പ്രത്യേകം ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. യെശയ്യായുടെ പുസ്തകം 45-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചലവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രയേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. എൻ്റെ പേര് സൗമ്യ. ഞങ്ങൾ ന്യൂസിലാൻഡിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡ് ലിജോ ജോയ്, മക്കള് ഇമ്മാനുവൽ ആൻഡ് ഓസ്റ്റിൻ ലിജോ. ഞങ്ങൾ വർഷങ്ങളായിട്ട് ബഹ്റിനിൽ സെറ്റിൽഡായിരുന്നു. അവിടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ കുറേ നാളുകളായിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ നടക്കുമെന്നോ അതെന്നെക്കൊണ്ടാവുമെന്നോ ഒന്നും ഞാൻ കരുതിയില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മ എന്നോട് വിളിച്ചു പറഞ്ഞു, സൗമ്യ നീ ഒരു കാര്യം ചെയ്യേ, മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ അടുത്ത് ചെന്ന് ഉടമ്പടി എടുക്ക്. ഉടമ്പടി എടുത്താൽ എല്ലാ കാര്യങ്ങളും നീ വിചാരിക്കുന്നതിനപ്പുറം മാതാവ് നിനക്ക് സാധിച്ചു തരും. അങ്ങനെ അമ്മയുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2022 ഒക്ടോബർ മാസം ഞങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. ആ സമയത്ത് ഞാൻ നിയോഗം സമർപ്പിച്ചു, അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയ്ക്കോ ഒന്ന് പോകണം എന്നൊരാഗ്രഹമുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മ അത് സാധിച്ചു തരണം. ഞങ്ങൾക്കിപ്പം ജോലിയുണ്ട്, ജോലി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്നിരുന്നാലും ഒരാഗ്രഹം. അത് നല്ലതിനാണോ എന്നെനിക്കറിയില്ല. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് സാധിച്ചു തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു. എന്നിട്ട് പോയി ഞാൻ IELTS പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ഡിഫിക്കൽട്ടായിരുന്നു. ബിക്കോസ് ഡ്യൂട്ടി മാറ്റാൻ പറ്റത്തില്ല, നമുക്ക് ലീവ് കിട്ടത്തില്ല. അപ്പം ചെറുതായിട്ട് ഞാൻ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സ്വയം പ്രിപ്പയർ ചെയ്ത് എഴുതാൻ തുടങ്ങി. പല പ്രാവശ്യങ്ങളായിട്ട് എഴുതി. ഒന്ന് പോകുമ്പോൾ ഒന്ന് കിട്ടില്ല, ഒന്ന് കിട്ടുമ്പോൾ അടുത്തത് കിട്ടില്ല. അങ്ങനെ എല്ലാ പ്രാവശ്യവും ഓരോന്ന് പോയിക്കൊണ്ടിരുന്നു. ഞാൻ മാതാവിനോട് ചോദിച്ചപ്പം ഇത് പോകണ്ടായിരിക്കുമല്ലേ, അങ്ങനെ ആയിരിക്കും മാതാവിൻ്റെ ആഗ്രഹമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബൈബിൾ തുറന്ന് വായിക്കുമ്പം നമുക്കൊരു വെളിപാട് പോലെ ഒരു തോന്നലുണ്ടായി. ഇല്ല, നമുക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാം.
സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോയിട്ട് ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും പറഞ്ഞു, ഓക്കെ നീ ഒരു കാര്യം ചെയ്യ്, അങ്ങനെയാണെങ്കിൽ മാതാവിനെ എല്ലാം ഏൽപ്പിച്ചിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലൻഡിനും അപ്ലൈ ചെയ്തു. അപ്പോൾ ആങ്ങളെ ഓസ്ട്രേലിയയിലായതുകൊണ്ട് ഓസ്ട്രേലിയയ്ക്ക് വരിക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അവർ പറഞ്ഞു, സൗമ്യ നീ ന്യൂസിലൻഡിന് പോണേക്കായും ബെറ്റർ ഇങ്ങടേക്ക് വരുന്നതല്ലേ, നമ്മളെല്ലാവരും ഇവിടെയല്ലേ, അപ്പം നമുക്ക് നീ ഇവിടെ ആയിരിക്കുന്നതല്ലേ നല്ലത് എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ എന്നിരുന്നാലും ഞാൻ 2 സ്ഥലത്തേക്കും അപ്ലൈ ചെയ്തു. അപ്പം ഏത് സ്ഥലത്തേക്ക് പോകണം എന്നുള്ള കൺഫ്യൂഷൻ, കാരണം അവരുടെ സമ്മർദ്ദം ഓസ്ട്രേലിയക്ക് ചെല്ലാനും എനിക്കറിയില്ല എവിടേക്ക് പോകണമെന്നുള്ളതും എവിടേക്ക് പോയാലാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാക്കി. അങ്ങനെ ഇരിക്കെ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ ഈശോ എന്നോട് സംസാരിച്ചു, നിനക്ക് ആദ്യം ഏതാണോ കിട്ടുന്നത് ആ രാജ്യത്തേക്ക് പോവുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ എനിക്ക് ന്യൂസിലൻഡിലേക്ക് ആദ്യമായിട്ട് അഡ്മിഷൻ വന്നു. അപ്പോൾ അതൊരു 3 വർഷത്തെ കോഴ്സിനാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഏജൻസി എന്നോട് പറയുകയുണ്ടായി, സൗമ്യ നീ ഇത്രയും കോഴ്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് മേ ബി ഒരു 2 വർഷമാക്കി കുറച്ച് തന്നേക്കാം, അതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കരുത് എന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10-20 വർഷമായി പഠനം നിർത്തിയിട്ട് അപ്പം ജോലി തന്നെ ആയിരുന്നു. അതും ഒരു സെക്ഷനിൽ, ബയോകെമിസ്ട്രി എന്ന സെക്ഷനിൽ മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പല സെക്ഷനുകളെക്കുറിച്ച് ഇനി പഠിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് അഡ്മിഷൻ കിട്ടി. അതും വെറും 9 മാസം മാത്രം ഞാൻ ചെയ്താൽ മതി എന്നുള്ള കോഴ്സ്. അപ്പോൾ ആ 3 വർഷത്തെ കോഴ്സ് 9 മാസത്തേക്കായി മാതാവ് എനിക്ക് ചുരുക്കി തന്നു. അങ്ങനെ ഞാൻ 9 മാസത്തേക്ക് കോഴ്സിന് പോകാനുള്ള പ്ലാനെല്ലാം തയ്യാറെടുപ്പുകളെല്ലാം ചെയ്തു. അങ്ങനെ ഞാൻ ഒക്ടോബർ മാസത്തിൽ 2023 ഒക്ടോബർ മാസം വീണ്ടും വരികയുണ്ടായി. ജപമാല റാലിയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഇത് മാത്രമായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. ഈശോയെ, മാതാവേ, ഞങ്ങൾ ന്യൂസിലൻഡിന് പോകുന്നത് ഒരു സ്റ്റുഡൻറ്റ് വിസയിലാണ്, അതും മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഒരു ജോലി കളഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അവിടെ ചെന്ന് എല്ലാം ഈശോയെ നീ അതൊന്ന് ഈസി ആക്കി തന്നേക്കണേ അമ്മേ മാതാവേ എന്ന് മാത്രമായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. അങ്ങനെ ജപമാലയിൽ റാലിയിൽ പങ്കെടുത്ത് തിരിച്ച് ഞങ്ങൾ ബഹ്റിനിലേക്ക് പോയി റെസിഗ്നേഷൻ വെച്ചു. എല്ലാം മാതാവിൻ്റെ സംരക്ഷണം എന്ന് പറയണം. എല്ലാം മാതാവ് എനിക്ക് കോഴ്സിന് പോകാനുള്ള ധൈര്യം തന്ന് മാതാവ് എന്നെ പറഞ്ഞയച്ചു. മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഫ്ലൈറ്റിൽ കയറുമ്പോഴും ഞാൻ വിചാരിച്ചു, കല്യാണം കഴിയുന്നതിന് മുമ്പ് നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷേ അതിനുശേഷം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എങ്ങനെ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും, പക്ഷേ ഒരു പ്രാവശ്യം പോലും അതിനൊരു ട്രയൽ നടത്തിയിട്ടില്ല. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് ന്യൂസിലൻഡ് വരെ എത്തുമോ സൗമ്യ? അമ്മച്ചി ഞാൻ മാതാവിനെ ഏൽപ്പിച്ചേക്കാം, നീ ഒരു കാര്യം ചെയ്യും അമ്മച്ചി, മാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എനിക്ക് ഒരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ജോലി റിസൈൻ ചെയ്താൽ പോകുന്നതെന്നോ ഞാനൊരു പഠിക്കാൻ പോകുന്നതെന്നോ ഉള്ളൊരു ആശങ്ക പോലും എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു മാതാവ് എന്നെ കൈ പിടിച്ച് തുള്ളിച്ചാടി ഓടിപ്പോകുന്നത് പോലെയാണ് ഞാൻ ആ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ അവിടെ ചെന്നു, കോഴ്സ് തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡും മക്കൾക്കും അങ്ങോട്ടേക്ക് വരാൻ പറ്റി. അതുകൂടാതെ കോഴ്സ് വളരെ സക്സസ്ഫുള്ളായിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞത് രജിസ്ട്രേഷൻ കിട്ടുക എന്നുള്ളതാണ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം രജിസ്ട്രേഷൻ ഇല്ലാതെ വർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ ഞാൻ രജിസ്ട്രേഷനുള്ള പേപ്പറുകൾ ഓരോന്നോരോന്നായി അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ 2.5 മാസത്തോളം എടുത്താണ് ഞാൻ ഓരോ പേപ്പറുകളായിട്ട് അടുക്കി ഓരോന്നും ടിക്ക് ചെയ്ത് എല്ലാം റെഡിയായെന്ന് ഉറപ്പ് വരുത്തി ഞാൻ സബ്മിഷന് വെക്കുകയാണ്. അപ്പം സബ്മിഷന് വെക്കുമ്പം ഞാൻ എൻ്റെ സിസ്റ്ററിനോടും പറഞ്ഞു, എടി അനു, ഇനി ഒരു പേപ്പർ കൂടി എന്നോട് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും, എനിക്കറിയില്ല. അപ്പോൾ എന്നോട് അവൾ പറഞ്ഞത്, ചേച്ചി മെഡിക്കൽ സയൻസ് കൗൺസിൽ എന്തായാലും നമ്മളോട് ഒരു എന്തെങ്കിലുമൊക്കെ ചോദിക്കും, നമ്മൾ എന്തായാലും കൊടുക്കേണ്ടി വരും, ചേച്ചി ഇങ്ങനെ മാത്രം പ്രാർത്ഥിച്ചാൽ മതി.
എന്തെങ്കിലും പേപ്പർ ചോദിക്കുകയാണെങ്കിൽ തന്നെ അത് കൊടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരിക്കണേ, എനിക്കത് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരിക്കണമേ എന്ന് മാത്രം നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തത്. അങ്ങനെ സബ്മിറ്റ് ചെയ്തു. ഞാൻ സാറ്റർഡേ ആണ് സബ്മിറ്റ് ചെയ്യുന്നത്, സാറ്റർഡേ ഈവനിങ്ങിൽ. എനിക്ക് അത്ഭുതം എന്ന് പറയട്ടെ, മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ മാത്രം ഉള്ളതുകൊണ്ടാണ്. എന്നേക്കായി മുമ്പ് സബ്മിറ്റ് ചെയ്തവർ 3 മാസം വെയിറ്റ് ചെയ്തു, അവർക്ക് രജിസ്ട്രേഷൻ കിട്ടിയില്ല. ഞാൻ സാറ്റർഡേ സബ്മിറ്റ് ചെയ്തു. മൺഡേ ആണ് നെക്സ്റ്റ് വർക്കിംഗ് ഡേ 10 o'clock മുമ്പ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി. അതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിശ്വസിക്കാൻ പോലും ആയില്ല. മാതാവ് ഇതെങ്ങനെ ചെയ്തു എനിക്ക് പോലും അറിയില്ല. അത് ഒരു പേപ്പർ പോലും എക്സ്ട്രാ ഡോക്യുമെൻ്റ് എന്നോട് ചോദിച്ചില്ല എന്നുള്ളതാണ് അടുത്ത അത്ഭുതം. എന്നേക്കായി മുമ്പ് അപ്ലൈ ചെയ്ത ഒരാൾക്ക് പോലും രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല. അതും ഒരു ടെക്നീഷ്യനായിട്ടാണ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രൊഫഷൻ ടെക്നോളജിസ്റ്റാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ അമ്മേ മാതാവേ എനിക്കൊരു ടെക്നീഷ്യനായിട്ടെങ്കിലും നിന്നാൽ മതി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി ടെക്നോളജിസ്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇനി ടെക്നീഷ്യനായിട്ട് എന്നെ അങ്ങ് നിന്നേക്കാം, എനിക്കതൊന്നും കുഴപ്പമില്ല, ഇനി ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചാൽ മതി. അപ്പം ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തു. ആദ്യത്തെ ജോലി കിട്ടി. അവർ വളരെ കുറച്ച് സാലറിയാണ് എന്നോട് പറഞ്ഞത്. അപ്പം എനിക്കത് കേട്ടപ്പോൾ വളരെ സങ്കടമായി. ഞാൻ പറഞ്ഞു, എനിക്കത് കേട്ടപ്പോൾ തന്നെ ഞാൻ ആരോടും ആലോചനയൊന്നും ചെയ്തില്ല. അപ്പം തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇതിന് ഇൻട്രസ്റ്റഡ് അല്ല, എനിക്ക് ഇത്രയും സാലറി പോരാ എന്ന്. അതിനുള്ള ധൈര്യം എവിടെ നിന്ന് വന്നു എന്ന് പോലും എനിക്കറിയില്ല. അപ്പം എൻ്റെ വീട്ടുകാരെല്ലാവരും എന്നോട് ചോദിച്ചു, സൗമ്യ നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എല്ലാവരും ജോലിക്ക് വേണ്ടി ഇവിടെ സ്ട്രഗിൾ ചെയ്യുക, നിനക്കൊരെണ്ണം കിട്ടിയതല്ലേ, നീ അതെന്തിനാ കളഞ്ഞത് എന്ന് എന്നോട് ചോദിച്ചു. പക്ഷെ അപ്പോഴും ചോദിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ മാതാവ് എനിക്കിതിന് നല്ലത് തരും എന്നുള്ള ഒരു ഉറച്ച ബോധ്യം എൻ്റെ എവിടെയിൽ നിന്നോ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യുന്നു. അവർ പറഞ്ഞ സാലറി എനിക്ക് തരുന്നു. ഞാൻ അങ്ങനെ മാതാവിൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് നല്ലൊരു ജോലി തന്നു. അതിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അതും റെസിഡൻസിക്ക് മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 1 വർഷം മാത്രമാണ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ളിൽ എനിക്ക് റെസിഡൻസി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്തു. അപ്പം റെസിഡൻസിക്ക് മീറ്റ് ചെയ്യുന്ന സാലറി ഇല്ല. ഞാൻ വീണ്ടും പല സ്ഥലങ്ങളിലേക്കായി അപ്ലൈ ചെയ്തു. അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അവരും തരാൻ ഒരു സാധ്യതയില്ല, തരുമോ, എനിക്ക് ഒരു ഉറപ്പുമില്ല, വേണ്ട ഡാഡി ഞാൻ പോകുന്നില്ല ഇൻ്റർവ്യൂവിന്. അപ്പം കൊച്ചിൻ്റെ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, കൊച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം, ആ പാരൻസ് മീറ്റിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്യണ്ടേ, ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയണ്ടേ. അപ്പം ഓക്കെ, അന്ന് നീ അത് ക്യാൻസൽ ചെയ്തോ എന്ന് ഞാൻ പറയും. ഞാൻ ആ ഇൻ്റർവ്യൂ ക്യാൻസൽ ചെയ്തതിന് ശേഷം എൻ്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞു, സൗമ്യ നീ അത് ക്യാൻസൽ ചെയ്യരുതായിരുന്നു, നീ അതൊന്ന് എങ്ങനെയെങ്കിലും ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അവരോട് ഒരു ചാൻസോടെ ചോദിച്ചു നോക്കുമെന്ന്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ മെയിൽ ചെയ്ത് നോക്കി, നിങ്ങൾ എനിക്ക് ഒരു ചാൻസോടെ തരാമോ, എനിക്കിങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടാണ് എന്നുള്ള പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ റിക്വസ്റ്റ് ചെയ്ത ഉടനെ അവരെനിക്ക് വീണ്ടും അവർ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരെനിക്ക് വീണ്ടും ഇൻ്റർവ്യൂ തന്നു. ഞാൻ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു, അത് പാസ്സായി. അടുത്ത ഇൻ്റർവ്യൂവിന് വീണ്ടും വിളിച്ചു, ആ ഇൻ്റർവ്യൂവും കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ കൺസേൺ ഒന്ന് മാത്രമായിരുന്നു, റെസിഡൻസിക്കുള്ള സാലറി മീറ്റ് ചെയ്യാനുള്ള ഒരു ജോലി കിട്ടുക എന്നുള്ളത്. അപ്പം ഞാൻ കൃത്യമായിട്ട് ഇത്ര സാലറി വേണമെന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവർ പറഞ്ഞു, സൗമ്യ നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ചെയ്യണം, ആ എക്സാമിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമാണ് നിനക്ക് ഈ സാലറി ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്ന്. ഞങ്ങളങ്ങനെ 4.5 മണിക്കൂർ യാത്ര ചെയ്ത് പ്രാക്ടിക്കൽ എക്സാം പോലെ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അവിടെ ചെന്നു, അവർ പ്രാക്ടിക്കൽ ഓരോരോ കാര്യങ്ങളായി ചോദിക്കാൻ തുടങ്ങി, മാറി ചോദിക്കാൻ തുടങ്ങി. അതും ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നിട്ട് ചോദിക്കാൻ തുടങ്ങി. അതൊരു റൂമിനകത്തല്ലായിരുന്നില്ല, ഡിപ്പാർട്ട്മെൻറ്റിനകത്തേക്ക്. അതിനുശേഷം അവരെനിക്കൊരു സ്ലൈഡ് തരികയായിരുന്നു. ആ സ്ലൈഡ് അപ്പം ഞാൻ ജസ്റ്റ് മൈക്രോസ്കോപ്പ് ഫോക്കസ് ചെയ്തതേ ഉള്ളൂ. ആ അപ്പം തന്നെ അവരെന്നോട് ചോദിക്കുക, ഇതിലെന്താ നിനക്ക് കാണാൻ പറ്റുന്നത്, ഇത് എന്ത് അസുഖമാണ്? അപ്പം ഞാൻ പറഞ്ഞു, ലെറ്റ് മീ ഹാവ് എ ലുക്ക്, എനിക്കതൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് കണ്ടില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ എന്ന് പറയുകയുണ്ടായി. ആ സമയത്ത് എനിക്കറിയത്തില്ല, ആ സ്ലൈഡ് കാണുന്ന ഉടനെ എനിക്ക് അതിൻ്റെ ആൻസർ, ഇത് എന്ത് അസുഖമാണ് ആ പേഷ്യൻറ്റിന്. ഞാൻ ചോദിച്ചു, ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ ഹിസ്റ്ററി എങ്കിലും തരാമോ? അവരൊരു ക്ലിനിക്കൽ ഹിസ്റ്ററി പോലും എന്നോട് പറഞ്ഞില്ല. അപ്പം ക്ലിനിക്കൽ ഹിസ്റ്ററി അവർ ജസ്റ്റ് എന്നോട് മാതാവ് ചോദിക്കാൻ പറയും, അതിൻ്റെ
ക്ലിനിക്കൽ ഹിസ്റ്ററി എന്താണെന്ന് പറയാൻ. ഞാൻ ക്ലിനിക്കൽ ഹിസ്റ്ററി ഒന്ന് ചോദിച്ചു. എനിക്കറിയത്തില്ല. മാതാവ് എനിക്ക് ആ സ്ലൈഡിൻ്റെ ഉത്തരം പറഞ്ഞു തരികയായിരുന്നു. ഉത്തരം പറഞ്ഞു, അതിൻ്റെ ആൻസർ കറക്റ്റ്. അവരെന്നെ ഇൻ്റർവ്യൂ ഓക്കെ. അപ്പം തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ 2 ദിവസത്തിനകം അറിയിക്കാം സൗമ്യ എന്ന്. ഞാൻ 2 ദിവസത്തിനകം അവർ പറഞ്ഞു സൗമ്യ ഞങ്ങൾ ഹാപ്പിയാണ്, നീ പറഞ്ഞ സാലറി നിനക്ക് ഞാൻ തരാം. ഞാൻ അങ്ങനെ ഇവിടെ റെസിഗ്നേഷൻ വെക്കുന്നു. റെസിഗ്നേഷൻ വെക്കുന്ന ഉടനെ അവരെന്നോട് പറയുക, അപ്പം തന്നെ എന്നോട് വിളിച്ചിട്ട് പറയുക, സൗമ്യ നിനക്ക് ഇപ്പം അവിടെ നിനക്ക് എന്ത് സാലറിയാണോ അവർ തരാൻ ഉദ്ദേശിക്കുന്നത്, നിനക്ക് ഞങ്ങൾ അത് ഇവിടെ തരാം, നീ ഇവിടെ നിന്ന് പോകണ്ട എന്ന്. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമായിരുന്നു. കാര്യം 4.5 മണിക്കൂർ ഞങ്ങൾ ട്രാവൽ ചെയ്ത് മക്കളുടെ എല്ലാം സ്കൂളുകൾ മാറ്റണം. അത് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവാണ്. ഇതൊക്കെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഈസിയായി അവിടെ തന്നെ ജോലി ലഭിക്കുന്നു. അപ്പോഴേക്കും എനിക്ക് മെഡിക്കൽ സയൻസ് കൗൺസിലിൽ നിന്ന് എന്നോട് പറയുക, സൗമ്യ സയൻറ്റിസ്റ്റിൻ്റെ എക്സാം എഴുതാതെ നിനക്ക് രജിസ്ട്രേഷൻ തരാൻ പറ്റില്ല, അല്ലെങ്കിൽ നീ ടെക്നീഷ്യനായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന്. അപ്പം എക്സാം 3 പ്രാവശ്യമാണ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ 3 പ്രാവശ്യത്തിനകം ജയിക്കണം. അത് 3 പ്രാവശ്യം എക്സാം എഴുതുക എന്നുള്ളത് 1 വർഷത്തിനകം ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 8 hours ഡ്യൂട്ടിയാണ്. മക്കളെ നോക്കണം. ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ല. ഞാനും മക്കളും മാത്രമായിട്ടാണ് ആ പുതിയ ജോലി സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പം ഇതെങ്ങനെ പഠിക്കും, ഇതെങ്ങനെ ഞാൻ പാസ്സാവും? അതും ഒരു ലിസ്റ്റ് ഓഫ് ബുക്സ്, അതും ചെറിയ ബുക്സുകളെല്ലാം വലിയ കട്ടിയുള്ള ബുക്സുകൾ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെങ്ങനെയാണ് ഞാൻ പാസ്സാവുക? 20 വർഷമായിട്ട് ഞാൻ ബുക്ക് അടച്ചു വെച്ചേക്കുന്ന ഒരു വ്യക്തിയാണ്. അതും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ. ഇതെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇൻഡിവിജ്വലായിട്ട് പാസ്സാവണം. അതെങ്ങനെ പാസ്സാവും? ഇതൊന്നും ഇനി നടക്കാൻ പോണില്ല, എനിക്ക് എന്തായാലും ടെക്നീഷ്യനായിട്ട് നിന്നാൽ മതി, ഇനി പറ്റത്തില്ല. അപ്പം എൻ്റെ വീട്ടുകാരപ്പം ഞാനും ആലോചിച്ചു മാതാവിനോട് കൊടുക്കാം. മാതാവിനെ കൊടുത്തു കഴിഞ്ഞാൽ മാതാവ് അത് ഏറ്റെടുത്തോളും. അപ്പം ഞാൻ വീട്ടുകാരോടും പറഞ്ഞു. അപ്പം എന്നോടും പറഞ്ഞു, അവരെല്ലാവരും പറഞ്ഞു, സൗമ്യ നീ മാതാവിൽ ഉടമ്പടി എടുത്തേക്കുന്നതല്ലേ, പിന്നെ എന്തിനാ, നിൻ്റെ മാക്സിമം നീ ട്രൈ ചെയ്യൂ, പിന്നെ മാതാവിന് ഇഷ്ടമാണെങ്കിൽ തരട്ടെ. ഞാൻ മാതാവിനോട് ഇത്ര മാത്രമാണ് പറഞ്ഞത്, മാതാവേ ഞാൻ ടെക്നീഷ്യനായിട്ട് നിൽക്കാനും ഞാൻ ഹാപ്പിയാണ്, എനിക്കൊരു സന്തോഷക്കുറവുമില്ല. ഇനിയും സയൻറ്റിസ്റ്റായി എക്സാം എഴുതി പാസ്സായില്ലെങ്കിലും ഞാൻ സന്തോഷവതിയാണ്. നീ ഇത്രയും തന്നതിൽ ഞാൻ ധന്യാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങുന്നത്. വീണ്ടും ഞാൻ പഠിക്കുന്നു. രാവും പകലും ഇല്ലാതെ പഠനവും ജോലിയായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോഴും ഞാൻ പാസ്സാവുമെന്ന് കരുതിയില്ല. മാതാവിനെ ഏൽപ്പിച്ചു, മാതാവിന് ഇഷ്ടമാണെങ്കിൽ തരട്ടെ. ഞാൻ എക്സാം എഴുതി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇപ്പോൾ കുറേ ടെക്സ്റ്റ് ബുക്കുകൾ ഇങ്ങനെ കവർ ചെയ്ത് പോയി. അപ്പം ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ വിചാരിക്കുക, ഇതെല്ലാം ഞാൻ വായിച്ച ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണല്ലോ, വായിക്കാത്ത ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നൊന്നും വന്നിട്ടില്ല. ഇത്ര ഈസി ആയിരുന്നു ഈ എക്സാം, ഞാൻ ഇതിനു വേണ്ടിയാണോ ഇത്രമാത്രം പ്രാർത്ഥിച്ചത് എന്നുള്ളൊരു അഹങ്കാരം എൻ്റെ മനസ്സിലേക്ക് കടന്നു കയറി ആ എക്സാമിൻ്റെ ഇടയ്ക്ക്. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പം പിന്നിലേക്ക് വന്നപ്പം പിന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റുകൾ എക്സാം ആ ബുക്ക് വായിച്ചിട്ട് പോലും ഇല്ലാത്ത ബുക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ചിലപ്പോൾ ഞാൻ പാസ്സാവുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അപ്പം റിസൾട്ട് വന്നപ്പം ഞാൻ പൊട്ടി, എനിക്ക് കിട്ടിയില്ല. അപ്പം 1.25 ലക്ഷം രൂപയാണ് ആ ഒരു എക്സാം എഴുതുന്നതിന്. ആ 1.25 ലക്ഷം രൂപ അങ്ങനെ തന്നെ പോയി. അപ്പം വീണ്ടും എക്സാം എഴുതണം. അതും 2 മാസത്തിനുള്ളിൽ അടുത്ത എക്സാം എഴുതിയിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ആ വർഷത്തിൻ്റെ അവസാനമേ ഉള്ളൂ എക്സാം. അപ്പം ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പം രണ്ടാമത് എക്സാം എഴുതുന്ന സമയത്ത് ആദ്യത്തെ എക്സാമിൻ്റെ അത്രയും പോലും ഈസി അല്ലായിരുന്നു, വളരെ വളരെ ഡിഫിക്കൽട്ട്. എഴുതി കഴിഞ്ഞപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഇതെനിക്കുള്ളതല്ല, ഞാൻ ടെക്നീഷ്യനായിട്ട് തന്നെ നിൽക്കാനാണ് എൻ്റെ മാതാവിന് ആഗ്രഹം, അതുകൊണ്ട് ഞാൻ ഇതിൽ ഹാപ്പിയാണ്, എനിക്ക് കുഴപ്പമില്ല, ഇനി എക്സാം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ടെക്നീഷ്യനായിട്ട് തന്നെ റെസിഡൻസിക്കുള്ള സാലറി എല്ലാം മീറ്റ് ചെയ്തു. റെസിഡൻസിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കിട്ടി. ഇനി ഒരു ഉയർച്ച അതൊന്നും കുഴപ്പമില്ല, ഇത് മതി, ഉയർന്നതൊക്കെ ഇത്രയും മതി എന്നോർത്ത് ഞാൻ സന്തോഷവതിയായിട്ട് ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് നോക്കിയതുപോലുമില്ല. എന്തെങ്കിലും വരട്ടെ, വന്നാലും നോക്കാനൊന്നും ഇല്ലല്ലോ, തോറ്റുവല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പോലും അതിലുണ്ടായിരുന്നില്ല. 2 വരികൾക്കിടയിലൂടെ വന്ന ക്വസ്റ്റ്യൻ എന്ന് വേണം പറയാൻ. അപ്പം ആ എക്സാം റിസൾട്ട് വന്നപ്പം ഞാൻ പാസ്സായി. അങ്ങനെ മെഡിക്കൽ ലബോറട്ടറി സയൻറ്റിസ്റ്റിൻ്റെ രജിസ്ട്രേഷനും എനിക്ക് കിട്ടി. പിന്നെ റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. റെസിഡൻസിക്ക് അപ്ലൈ ചെയ്തു.
എല്ലാ പേപ്പേഴ്സും ഞങ്ങൾക്കറിയില്ല, എത്രയോ പെട്ടെന്ന് പെടപെടാന്നാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒന്നിനും ഒരു ഡിലേ വരാതെ അങ്ങനെ റെസിഡൻസിക്ക് അപ്ലൈ ചെയ്തു. 2 മാസം കൊണ്ട് ഞങ്ങളുടെ ഏപ്രിലായിരുന്നു വിസ തീരുന്നത്. ഏപ്രിൽ 3-ാം തീയതി വിസ തീരുന്നു. ഫെബ്രുവരി 23-ന് ഞങ്ങൾക്ക് റെസിഡൻസ് ലഭിക്കുന്നു. ഇത് മാതാവിൻ്റെ മാധ്യസ്ഥം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ എക്സാമിനായാലും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായാലും റെസിഡൻസിക്ക് പാസ്പോർട്ട് അപ്ലൈ ചെയ്യുമ്പോഴായാലും എന്തിനായാലും നേർച്ച വസ്തുക്കൾ ഞാൻ എക്സാം എഴുതുമ്പം ഉപ്പ് ചുറ്റിനും വിതറി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പ്രാർത്ഥിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അതുപോലെ വിശുദ്ധ തൈലം കണ്ണിലും ചെവിയിലും ചുണ്ടത്തും ഒക്കെ പെരട്ടി, അതായത് കണ്ണുകൊണ്ട് കാണുന്നതും വായിക്കുന്നതും ഒക്കെ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിച്ചു. അതുപോലെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായാലും ഞാൻ അവിടെ ഉപ്പ് വിതറിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളില്ലാതെ ഒരു കാര്യത്തിനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അതുപോലെ പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിൽ ഞങ്ങൾ പണ്ടേ മുതൽ പ്രാർത്ഥനയുള്ള ഒരു കുടുംബത്തിലുള്ളതാണ്. എന്നിരുന്നാലും ഈ ഉടമ്പടിയിൽ ആയതിൽ പിന്നെ കുമ്പസാരം വിശുദ്ധ കുർബാനയൊന്നും മുടങ്ങാതെ കാണണം എന്നുള്ള ആ ഒരു ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉടമ്പടിയിലായതിൽ പിന്നെ അതിൻ്റെ പ്രാധാന്യം എന്തെന്നുകൂടി അമ്മ മാതാവ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഞങ്ങളുടെ കുടുംബം മുഴുവനും എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കാനും ഒരു ദിവസം ഒരു ദിവസം പോലും സന്ധ്യപ്രാർത്ഥന മുടങ്ങാതെ ഞങ്ങൾക്ക് ചെല്ലുവാനും ബൈബിൾ വായിക്കാൻ ഞാനിപ്പോൾ 2 പ്രാവശ്യം ബൈബിൾ വായിച്ച് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഉടമ്പടി അതിനു മുമ്പൊന്നും ഞാൻ ഇതുവരെ ഒരു പ്രാവശ്യം പോലും ബൈബിൾ കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്തിട്ടില്ല. ഇടയ്ക്കൊന്ന് അപ്പോൾ സന്ധ്യപ്രാർത്ഥനയുടെ സമയത്ത് മാത്രം ഒന്ന് ബൈബിൾ വായിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പും ബൈബിൾ എടുത്ത് വായിച്ചിട്ട് ഒരു പ്രാവശ്യം വായിച്ചിട്ട് അതിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഉത്തരം കിട്ടുന്നത് വരെ ആ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. എനിക്ക് എവിടെയാണോ ഉത്തരം കിട്ടുന്നതെന്ന് തോന്നുമ്പോഴാണ് ഞാൻ ആ ബൈബിൾ വായന നിർത്തുന്നത്. അതുപോലെ കാരുണ്യ പ്രവർത്തികളാണെങ്കിൽ ഞങ്ങൾക്ക് പറ്റാവുന്ന വിധത്തിൽ, ഞങ്ങൾ അറിയാവുന്ന ആളുകളൊന്നുമല്ല, അറിയാത്ത ആളുകൾ, എൻ്റെ ചേച്ചി സിസ്റ്ററാണ്, അവൾക്ക് ഞങ്ങൾ പൈസ അയച്ചു കൊടുക്കും. അവൾ അത് ആർക്കൊക്കെയാണോ വേണ്ടത് ആ ആവശ്യക്കാർക്കെല്ലാം ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരുണ്യ പ്രവർത്തികൾ. പ്രാർത്ഥനാ ജീവിതം ഏറ്റവും ശക്തമാക്കാനും ദൈവത്തെ കൂടുതൽ ആഴമായി സ്നേഹിക്കുവാനും ഈ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തെ മുഴുവനും, എൻ്റെ മക്കളെ ആയാലും കൂടുതൽ വിശ്വാസത്തിലേക്ക് ഊട്ടിയുറപ്പിക്കുവാൻ ഈ സാക്ഷ്യം വഴി ഞങ്ങൾക്ക് മാതാവ് അനുഗ്രഹിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായം 1-ാം തിരുവചനം. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. ഈശോയെക്കുറിച്ച് കർത്താവിൻ്റെ സഹനദാസൻ എന്ന പ്രവചനമാണിത്. നാം ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ഒരു വലിയ സ്വപ്നമുണ്ടെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. നമ്മളെല്ലാവരും ഉടമ്പടിയിലൂടെ നിത്യതയിലേക്ക് പ്രവേശിക്കണമെന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെയും ദൈവപിതാവിൻ്റെ വലിയ സ്വപ്നത്തെക്കുറിച്ച് ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൗമ്യ, നിജോ എന്ന ഇവരുടെ കുടുംബം മക്കളോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുമ്പോൾ അവർക്ക് പറയാനുള്ളത് അസാധ്യതകളുടെ ഒരു വലിയ ലിസ്റ്റ് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവർക്ക് സാധ്യമായത്. അവർക്ക് ഈ സൗമ്യ വീണ്ടും വീണ്ടും ഏറ്റു പറയുന്നത്, ഞാനൊരു ലാബ് ടെക്നീഷ്യനായി ഒതുങ്ങിക്കൂടാം എന്ന് വിചാരിച്ച് ഉടമ്പടിയിൽ നിലനിൽക്കുന്നുവെങ്കിലും എൻ്റെ സ്റ്റാറ്റസിനെ, എൻ്റെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസിനെ ഞാൻ ലോ ചെയ്ത് പരിശുദ്ധ അമ്മയെപ്പോലെ ആരും അറിയപ്പെടാതെ ജീവിക്കാം എന്നുള്ളൊരു നിലപാടിലൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴാണ് ദൈവപിതാവ് ആഗ്രഹിക്കുന്നൊരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുത്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. അവർക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഇന്ന് അവർക്ക് ന്യൂസിലൻഡിൽ രജിസ്ട്രേഷനും റെസിഡൻസും അതുപോലെ തന്നെ ലബോറട്ടറി എക്സാം പാസ്സായി ഒരു സയൻറ്റിസ്റ്റ് ആകാനുള്ള രജിസ്ട്രേഷൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഇന്ന് സൗമ്യ ഇവിടെ വന്ന് മക്കളോടും ജീവിത പങ്കാളിയോടും ഒപ്പം വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. അതിനുള്ള അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അവർ ഏറ്റു പറയുകയായിരുന്നു. ഞങ്ങൾ ഒരിക്കൽ പോലും
പല കാര്യങ്ങളും സൗമ്യ ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് അവർ കാറിൽ സഞ്ചരിക്കുമ്പോഴും ഹസ്ബൻഡ് വീട്ടിലില്ലെങ്കിൽ ഞങ്ങളെപ്പോഴും ഓൺലൈനിൽ അല്ലെങ്കിൽ മീഡിയയിലൂടെ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഒന്നിച്ചായിരിക്കാനുള്ള ഞങ്ങളുടെ വലിയ തീക്ഷ്ണതയും തീവ്രതയും ഞങ്ങളെപ്പോഴും സാധ്യമാക്കുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയോടുള്ള കൂടിച്ചേർന്ന് അവരുടെ തീരുമാനങ്ങൾ എപ്പോഴും ഒന്നാണ്. കർത്താവ് കൂടെ പ്രവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എന്ന് രാവിലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. യേശുവിനെ സ്വന്തമാക്കുക എന്നതിനേക്കാൾ വലിയൊരു ശ്രേഷ്ഠമായ സ്വാർത്ഥത ഈ ലോകത്തിലില്ല. അതാണ് ഈ കുടുംബം ഇന്ന് ഉറ്റുനോക്കുന്നത്. അവർ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ അവരുടെ കുടുംബത്തെയും തലമുറയെയും എല്ലാം അതിന് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഈശോയ്ക്ക് എപ്പോഴും നന്ദി പറഞ്ഞ് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ജീവിക്കുവാൻ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്താലും അവരുടെ സമയച്ചുരുക്കത്തിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ്. 3 വർഷക്കാലം എടുക്കേണ്ടിയിരുന്ന ഒരു കോഴ്സിനെ 9 മാസം കൊണ്ടാണ് പരിശുദ്ധ അമ്മ അവരെ എയർലിഫ്റ്റിലേക്ക് കടത്തി വളരെ സാധ്യതകളുടെ ഒരു ലോകം അവസരം അവർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് ഏറ്റുപറയുന്നു. സൗമ്യ നിജോയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കളുടെയും ജീവിത പ്രതിസന്ധികളെയും അവരുടെ കോഴ്സുകളെയും അവരുടെ ഡോക്യുമെൻറ്റ്സിനെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ല അൾത്താരയിൽ ഞങ്ങളെ സാക്ഷിയാക്കിയതിന് ഞങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ പേര് റോസ്ലി ജോൺസൺ, എടക്കുന്ന് സെൻറ്റ് ആൻ്റണീസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2019 മെയ് 9 അന്ന് ഞാൻ ആദ്യമായിട്ട് ഈശോയുടെ മുന്നിൽ ഇതെൻ്റെ മകള് ആൽഫിയ ജോൺസൺ. അവൾ ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഉടമ്പടിയിൽ ഈശോയുടെ മുന്നിൽ വെച്ചിരുന്ന കാര്യം എൻ്റെ മക്കൾ ഈശോയിൽ വളർന്ന് നല്ല ദൈവാനുഗ്രഹമുള്ള മക്കളായിട്ട് വളരണേ എന്നായിരുന്നു. രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി ഞാൻ വെച്ചിരുന്ന കാര്യം ഞങ്ങളുടെ പാർട്ടീഷനെ പറ്റിയായിരുന്നു. ഞങ്ങൾ 8 വർഷമായിട്ട് പാർട്ടീഷൻ എന്ന് പറഞ്ഞെങ്കിലും അത് ഞങ്ങൾക്ക് നടത്താൻ പറ്റണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ 3 പ്രാവശ്യം ഞങ്ങളുടെ അളവ് നടന്നു. പക്ഷേ ഒരിക്കലും അത് രജിസ്ട്രേഷനിലേക്ക് എത്തിക്കാൻ പറ്റണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിവിടെ മാതാവിൻ്റെ ഒരു പത്രം ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടുകയും ഞാനത് ആദ്യത്തെ ദിവസം പള്ളിയിൽ ചെന്നപ്പോൾ എനിക്കത് കൊടുക്കണം കണ്ടെങ്കിൽ എനിക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നീട് എനിക്ക് അത് കിട്ടുകയും ഞാനത് വായിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ വരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ആദ്യത്തെ ദിവസമൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല. പിന്നീട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ട് എനിക്കിവിടെ വരാൻ പറ്റി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എഴുതിയത് ഇങ്ങനെ 2 കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇത് നടക്കണേൻ്റെ 8 വർഷമായിട്ട് നടക്കാണ്ടിരുന്ന ആ ഉടമ്പടി ഞാൻ 3 പ്രാവശ്യം ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് പാർട്ടീഷൻ നടക്കുകയും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ എൻ്റെ രജിസ്ട്രേഷൻ പെട്ടെന്ന് നടന്നു കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വലിയ ഒരു വിഷമമായിട്ട് നിന്നിരുന്ന ആ പാർട്ടീഷൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നടന്നു കിട്ടി. അതിനുവേണ്ടി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉപ്പും തേനും ഒക്കെ മേടിച്ചുകൊണ്ട് പോയി അമ്മച്ചിക്കും എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഞാൻ കൊടുക്കുമായിരുന്നു. അവിടെ അതുപോലെ ഞാൻ ആ ഉപ്പ് കൊണ്ടുപോയി ഞങ്ങളുടെ സ്ഥലത്തും വീട്ടിലൊക്കെ ഞാൻ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തൈലം കൊണ്ടുപോയും ഞങ്ങളെന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ 4 പേരും കൂടി ഇരുന്നാണ് പ്രാർത്ഥന ചെല്ലുക. അപ്പോൾ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരുടെയും നെറ്റിയിൽ പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ വിശ്വാസ പ്രമാണം ദിവസവും ഞങ്ങൾ ആ സ്ഥലത്തൊക്കെ പോയി ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ആ പാർട്ടീഷൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു വീട്, ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീടായിരുന്നു. ഞങ്ങളുടെ മക്കളുടെ പുസ്തകങ്ങൾ ഒതുക്കി വയ്ക്കാൻ പോലും ഞങ്ങൾക്ക് സ്ഥലമില്ലാത്തൊരു കൊച്ചു വീടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഒരു വീട് ഞങ്ങൾക്ക് നല്ലത് വേണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി പലപ്പോഴും പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കത് തുടങ്ങാനോ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഞങ്ങൾക്ക് പറ്റണ്ടായിരുന്നില്ല. ഞങ്ങൾ പലയിടത്തും സ്ഥലങ്ങൾ പോയി കാണുകയും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അത് ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കേണ്ടായിരുന്നില്ല. അങ്ങനെ പാർട്ടീഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് വന്നുകൊണ്ട് പറഞ്ഞു, നമുക്ക് നമ്മുടെ വീട് പണി തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. ഒരു ഏപ്രിൽ മാസത്തിലായിരുന്നു അത് അന്ന് ചോദിച്ചത്. ഞങ്ങൾ പറഞ്ഞാൽ നമുക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചത് തുടങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ അത് ആലോചിച്ച് മെയ് മാസത്തിൽ തന്നെ ഞങ്ങളുടെ വീടിന് കല്ലിടാൻ ഞങ്ങൾക്ക് പറ്റി. അച്ഛനെ വിളിച്ചുകൊണ്ടുവന്ന് ഞങ്ങൾ വീടിന് കല്ലിട്ടു. മെയ് മാസത്തിൽ കല്ലിട്ട വീട്
ജനുവരി 16 ആയപ്പോഴത്തേനും ഞങ്ങളുടെ വീട് താമസം ആയിരുന്നു ജനുവരി 16-ന്. അതിന് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് പണിയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് എല്ലാ ദിവസവും പോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും ആ മുറികളുടെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലും, എത്രയും നല്ല മാതാവ് ചൊല്ലും. മാതാവിനോടും ഔസപിതാവിനോടും ഈ വീടിൻ്റെ മധ്യസ്ഥരായിട്ട്, ഈ വീടിൻ്റെ കാവൽക്കാരായിട്ട് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വീട് പണി അത്രയും ഭംഗിയായിട്ട് നടന്നത്. ആ വീട് പണി നടന്നപ്പോൾ ഞാൻ മോനോട് പറയും, സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പോയിരുന്നത് മോനാണ്. അപ്പോൾ അവനെ ഓരോ കടയിലും പോയി സാധനങ്ങളുടെ വിലയൊക്കെ ചോദിച്ചു വരുമ്പോൾ ഞാൻ പറയും, മോനെ വീടിൻ്റെ ബാക്കി ഭാഗമൊക്കെ എങ്ങനെയായിരുന്നാലും മമ്മിക്ക് ഒരു പരാതിയില്ല, പക്ഷേ ഒരു കാര്യം മാത്രം മമ്മിക്ക് നിർബന്ധമുണ്ട്, നമ്മുടെ വീടിൻ്റെ രൂപക്കൂടി ഇരിക്കുന്ന അൾത്താരയുടെ ഭാഗം ഏറ്റവും ഭംഗിയായിട്ടുള്ളത് മമ്മിക്ക് വേണം, അവിടെയാണ് മമ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലം ഏറ്റവും സുന്ദരമായിട്ടിരിക്കണമെന്ന് ഞാൻ പറയുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട് വെഞ്ചിരിപ്പിന് വന്ന എല്ലാവരും ആ വീടിൻ്റെ അൾത്താര കണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് അത് ഫോട്ടോ എടുത്ത് കൊണ്ടുപോകാനും, അതുപോലെ വീട് നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ തന്നേന്ന് ഞങ്ങളോട് ചോദിക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. കുറേ പേര് വന്ന് ഞങ്ങളുടെ വീടിൻ്റെ പ്ലാനൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ സുന്ദരമായ ഒരു വീട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈശോ തരാനായിട്ട് ഇടയായി. അത് ഞങ്ങൾ അമ്മോടും ഈശോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ കിട്ടിയതാണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം അത്രയും പറ്റാതെ കിടന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് 15 വർഷമായിട്ട് നടക്കാതിരുന്നതാണ്. ഞങ്ങൾ ഉടമ്പടി വെച്ച് ഉടനെ എന്ന് പറഞ്ഞോണം ഞങ്ങൾക്കിത് ചെയ്ത് കിട്ടാനായിട്ട് ഇടയായത്. അതുപോലെ പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ റേഷൻ കടയിൽ ജോലി ചെയ്യണ ഒരാളാണ്. അപ്പോൾ അവിടെ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അലർജിയും ശ്വാസം മുട്ടൊക്കെ ഉണ്ടാവുമായിരുന്നു. ഞാൻ ഡോക്ടറെ പോയി കാണും, മരുന്ന് കഴിക്കും. മരുന്ന് എന്ന് നിർത്തണോ അപ്പം തന്നെ എന്ന് പറഞ്ഞോണം അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് വീണ്ടും ശ്വാസം മുട്ടുണ്ടാവും. അങ്ങനെ ഞാൻ വളരെയധികം വിഷമിക്കേണ്ടായിരുന്നു. ഉറങ്ങാൻ പറ്റില്ല. 5 വർഷമായിട്ട് എനിക്കിത് ഞാൻ കൊണ്ടു നടക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു വിധത്തിലും എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. രാത്രിയൊക്കെ ഞാൻ എനിക്ക് നടന്നൊക്കെ നേരം വെളുപ്പിക്കുക. അപ്പോൾ ഞാൻ എനിക്ക് നടക്കുമ്പോഴും മാതാവിനോട് ഞാൻ പറയും, മാതാവേ എന്നെ കാക്കണോട്ടോ, എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റണില്ലല്ലോ എന്നും പറഞ്ഞ് ഞാൻ കൊന്തയൊക്കെ ചെല്ലിയാണ് ആ നേരത്ത് വേലും നടക്കുക, ശ്വാസം വലിക്കാൻ പറ്റണില്ലെങ്കിലും. അതുപോലെ ഞാൻ മോളോട് പറയും, മക്കളെന്നോട് പറയായിരുന്നു എൻ്റെ ശ്വാസം മുട്ടിൻ്റെ ശക്തി. അമ്മ ഫസ്റ്റ് ഹാളിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ശ്വാസം മുട്ടിൻ്റെ സൗണ്ട് എനിക്ക് അടുക്കളയിൽ കേൾക്കാമല്ലോ അമ്മയെന്ന് പറയും. അതുപോലെ വീട്ടിലെ പണികൾ പോലും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കടയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നു. കാരണം ഈ ശ്വാസം മുട്ടായിട്ട് ഞാൻ ഉറക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നും നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് അവരോട് ദേഷ്യപ്പെടാണെന്ന് തോന്നിയിട്ട് ആൾക്കാർ എന്നെ വഴക്ക് പറഞ്ഞു പോയാണ് അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ കുറച്ച് നാളുകൾ ഒരു ജൂൺ 6 ജൂൺ മാസം തുടങ്ങി എനിക്ക് ഒരിക്കലും ശ്വാസം മുട്ട് ഉണ്ടായിട്ടില്ല. അതുപോലെ ചൂട് കൂടുമ്പോൾ എനിക്ക് ശ്വാസം മുട്ട് ഭയങ്കരമായിട്ട് കൂടും. ചൂട് കൂടുന്നതിനനുസരിച്ച് ശ്വാസം മുട്ട് കൂടുന്ന ഒരവസ്ഥയായിരുന്നു. ഈ വേനൽക്കാലത്തൊന്നും എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ ആശുപത്രി പോകേണ്ട വന്നിട്ടില്ല, മരുന്ന് കഴിക്കേണ്ട വന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത്രയും എൻ്റെ മാതാവ് തൊട്ട് സുഖപ്പെടുത്തിയതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോഴും എനിക്ക് നന്നായിട്ട് ഉറങ്ങാം, വീട്ടിലെ ജോലികൾ ചെയ്യാം, കെടുപ്പായ അമ്മച്ചീനെ നോക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളും, ബെഡ് റിഡനായിട്ട് കിടക്കുന്ന അമ്മച്ചിയാണ്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാനായിട്ടുള്ള ആരോഗ്യം എനിക്ക് ഈശോ തന്നിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് എന്നെ സൗഖ്യപ്പെടുത്താനായിട്ട് ഈശോയ്ക്ക് പറ്റി. അതുപോലെ എൻ്റെ മോൾക്കും ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മോളുടെ കാര്യങ്ങൾ മോള് തന്നെ പറയും. എൻ്റെ പേര് ആൽഫിയ. ഞാൻ 2025 ഒക്ടോബർ 2-ാം തീയതിയാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് 2025 ജൂലൈ ലാസ്റ്റ് വീക്ക് തുടങ്ങി എനിക്ക് ബോഡി ഫുള്ള് ഉച്ച മുതൽ ഉള്ളംകാല് വരെ എന്ന് പറയുന്ന പോലെ എനിക്ക് ചൊറിച്ചിൽ വരും. മേല് ഫുള്ളും പൂച്ചമാന്തി പോലെ തടിച്ച് പൊന്തും. പിന്നെ ഇത് ഭയങ്കര പ്രശ്നമായി വന്നു കഴിയുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടായിട്ടത് മാറി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ബ്ലഡ് ടെസ്റ്റ് മറ്റേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എല്ലാം നോർമലാണ്, വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ സാധാരണ നോർമൽ അലർജിയുടെ ഒരു മെഡിസിൻ തന്നു. അലർജിയുടെ മെഡിസിൻ കഴിക്കും, അതിൻ്റെ ഡോസ് കഴിയുമ്പോൾ പിന്നെ രണ്ടാമത് ഇതുപോലെ തന്നെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ ഒക്ടോബറിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി വന്ന് എടുത്ത് എനിക്കിവിടുന്ന് തൈലം, ഉടമ്പടി തൈലം കിട്ടി. ഞാനത് യൂസ് ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ ഉടമ്പടി തൈലം യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഉപ്പ്, തേൻ, ഇതെല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി യൂസ് ചെയ്തു. അതിൻ്റെ ഇതായിട്ട് എനിക്കിപ്പോൾ ശ്വാസം മുട്ടോ അല്ലെങ്കിൽ തടിച്ച് പൊന്തയോ അല്ലെങ്കിൽ ചൊറിച്ചിലോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ എനിക്ക് ഒരു ദിവസം നൈറ്റൊക്കെ ആയി കഴിഞ്ഞപ്പോൾ
അരയ്ക്ക് താഴെ വേദന തുടങ്ങി. അത് രാത്രിയായപ്പോൾ ഫുൾ നീരായി. പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ പോയി വന്നു. എൻ്റെ മെയിൻ കാര്യങ്ങൾ ഞാൻ ചെയ്തു. എനിക്ക് പിന്നെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റണില്ല, ഫുൾ നീരായിട്ട്. അങ്ങനെ ഞാൻ വേറെ മെഡിസിനും കാര്യങ്ങളൊന്നും എടുത്തില്ല. വീട്ടിൽ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മാക്സിമം എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ പറയാണ്ട് എനിക്ക് ഉടമ്പടിയുടെ തൈലം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് വിശ്വാസ പ്രമാണം ചൊല്ലി, എനിക്ക് പെയിൻ കൂടുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ അന്ന് ഫുള്ളും ബെഡിൽ തന്നെയായിരുന്നു. ഞാൻ കൊന്തെത്തിക്കും, പിന്നെ സാക്ഷ്യങ്ങൾ കേട്ടു. അങ്ങനെ അന്ന് നൈറ്റും എനിക്കിതുപോലെ തന്നെ ബോഡി ഫുള്ളും നീര് തന്നെയാണ്. അപ്പം ഞാൻ അന്ന് രാത്രി കുടുംബ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് എൻ്റെ മാതാവ്, ഞാൻ എങ്ങനെ നാളെ ഈ പള്ളിയിൽ പോവും, ഇങ്ങനെ എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാണ്ട്. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം രാവിലെ ഞാൻ പള്ളിയിൽ പോകാനായിട്ട് എഴുന്നേറ്റു. എനിക്ക് എൻ്റെ ബോഡിയിൽ നീരില്ല, പെയിനില്ല, ഒന്നുമില്ല. എൻ്റെ മാതാവ് എനിക്കത് സൗഖ്യപ്പെടുത്തി തന്നു. പിന്നെ എൻ്റെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ 2025 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുൻപ് മമ്മിയുടെ ഒപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിച്ച് പോവാറുണ്ട്. അപ്പോൾ ഞാൻ 2020 എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ വന്ന് മാർച്ച് മാസത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോനോട്, എനിക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു സപ്ലി വന്നിട്ടുണ്ടായിരുന്നു, ബിസിനസ് ലോ. അപ്പോൾ അത് ഞാൻ എല്ലാ പ്രാവശ്യവും പഠിച്ച് എഴുതാറുണ്ട്. 2021 അതിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ടൈമിൽ വേറൊരു കോഴ്സ് ചെയ്യേണ്ടായിരുന്നു. ആ ടൈമിൽ എക്സാം വന്നു. അപ്പം ഞാൻ ഒരു 3 പ്രാവശ്യം എക്സാമിന് പഠിച്ചാണ് എക്സാം എഴുതിയത്. ഈ 3 പ്രാവശ്യം എനിക്ക് സപ്ലി അടിച്ചു. അത് കഴിഞ്ഞ് 4ാമത്തെ തവണ നമുക്ക് ലാസ്റ്റ് കോളേജിൽ ഈ എക്സാം അറ്റൻഡ് ചെയ്യാം. ഇത് കഴിഞ്ഞ് നമുക്ക് എക്സാം പാസ്സായില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോയി എക്സാം എഴുതണം, അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു, ഇതെൻ്റെ ലാസ്റ്റത്തെ എക്സാമാണ്, ഞാനിത് എഴുതില്ലെങ്കിൽ പാസ്സായില്ലെങ്കിൽ ഞാൻ ഈ എക്സാം എഴുതത്തില്ല. ഡിഗ്രി പോയി എന്ന് തന്നെ വിചാരിച്ചോട്ടെ, ഞാൻ എഴുതത്തില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോയി എക്സാം എഴുതണ്ട എന്ന് പറഞ്ഞു. അമ്മ അന്ന് ഉടമ്പടിയിലായിരുന്നു. അമ്മ എനിക്ക് ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധ വസ്തുക്കളൊക്കെ തന്നാണ് എന്നെ എക്സാമിന് വിട്ടത്. ആ എക്സാമിന് ഞാൻ ജസ്റ്റ് ബുക്ക് കാര്യങ്ങളും വായിച്ചു വിട്ടു, അല്ലാണ്ട് ഞാൻ പഠിച്ചു കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. പോവാണെങ്കിൽ പോവട്ടെ, അങ്ങനത്തെ ഒരു മൈൻഡ് ആയി പോയായിരുന്നു എനിക്ക്. കാര്യം നമ്മൾ പഠിച്ചിട്ടൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഈ വായിച്ചത് ഞാൻ ആ ദിവസങ്ങൾ വായിച്ചതിന് മാത്രമാണ് എനിക്ക് എക്സാമിന് വന്നത്. അതെനിക്ക് കൃത്യമായിട്ട് മാതാവ് വെളിപ്പെടുത്തി തന്നു, ഇങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞ്. ഞാൻ എക്സാം എഴുതി, റിസൾട്ട് വന്ന ദിവസമായി. എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഞാൻ പാസ്സാവുമെന്ന്. റിസൾട്ട് എല്ലാവരും റിസൾട്ട് വന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തോക്കാനാ ചാൻസ്, എനിക്ക് ഒരു പ്രതീക്ഷയില്ല. റിസൾട്ട് നോക്കി. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആ സബ്ജക്റ്റ് പാസ്സായി. ഇതിലെ ഞാനൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഞാൻ പഠിച്ചതിൽ ഒന്നും പഠിക്കാണ്ട് എഴുതിയ ഒരു എക്സാമാണ്. എൻ്റെ മെറിറ്റായിട്ട് ഒന്നുമില്ല, ഫുൾ കൃപയാണ് അതിൽ വന്നേക്കുന്നത്, ഫുൾ ഗ്രേസാണ് വന്നേക്കുന്നത് ആ എക്സാമിൽ. പിന്നെ അതുപോലെ എൻ്റെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ ഡ്രൈവ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കാർ ഓടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ ഓടിക്കും. പക്ഷേ ടെസ്റ്റിൻ്റെ സമയത്ത് എനിക്ക് കാറിൻ്റെ അകത്ത് കയറിയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ 2 പ്രാവശ്യം ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് നല്ല വഴുക്ക് കിട്ടു. എൻ്റെ കമ്പി ഞാൻ താഴെ ഇട്ടായിരുന്നു ലൈസൻസിൻ്റെ സമയത്ത്. അത് കഴിഞ്ഞ് 3ാമത്തെ ലാസ്റ്റ് തവണയാണ്. അപ്പോൾ പോയി അറ്റൻഡ് ചെയ്തു. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ കാശ് രൂപ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ കാറിൻ്റെ അകത്തേക്ക് പ്രാർത്ഥിച്ച് കാറിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് എത്രയും ദയാളു മാതാവേ എന്നുള്ള പ്രാർത്ഥനയാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പം ഞാൻ എത്രയും ദയാളു മാതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി എച്ചെടുത്തു. അത് കഴിഞ്ഞ് റോഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. റോഡ് ടെസ്റ്റും എനിക്ക് യു-ടേൺ എടുക്കാൻ നല്ല പേടിയായിരുന്നു. യു-ടേൺ എടുക്കുന്ന സമയത്ത് എൻ്റെ അവിടെ ഉണ്ടായിരുന്ന കാറിലുണ്ടായിരുന്ന ഓഫീസർ എനിക്ക് യു-ടേൺ എടുക്കാൻ ഹെൽപ്പ് ചെയ്തു തന്നു. ശരിക്കും അവിടെ ഈശോയും മാതാവും എൻ്റെ കൂടെ ഇരുന്നാണ് എനിക്ക് ലൈസൻസ് തന്നത്. എനിക്കതിൽ നല്ല ബോധ്യമുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ദിവസത്തെ ഡെയിലി ബ്രെഡ് ഞാൻ
കണ്ട് സ്റ്റാറ്റസ് ഇടും, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യും. പിന്നെ ചൊവ്വാഴ്ചത്തെ ആരാധന ഞാൻ ലൈവായിട്ടാണ് കൂടാറ്. അപ്പോൾ ലൈവായിട്ട് കൂടി ഞാനത് ഷെയർ ചെയ്യും. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഞാനിങ്ങനെ ഉടമ്പടി എടുക്കണതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇവിടെ വരണം, ഉടമ്പടി എടുക്കണം, പക്ഷേ ഇപ്പോൾ അതിന് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നീ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്ക്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവൾ ഈ മെയ് മാസം ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ അവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ആരും ഇല്ലാത്ത ഒരാൾക്കാരെ നോക്കുന്ന ഒരു അനാഥ മന്ദിരമുണ്ട്. അവിടെ അവർ കുളിപ്പിക്കും, പിന്നെ അവർക്ക് ഫുഡിനുള്ള കാര്യങ്ങൾ അരിഞ്ഞു കൊടുക്കും, പിന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും മെഡിസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരോ, ഫുഡിന് വാങ്ങാൻ കാശ് തരുമോ, എങ്ങനെയൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ എൻ്റെ എല്ലാം ഉള്ളതുപോലെ ഞാൻ കൊടുക്കും. പിന്നെ എനിക്ക് മാറ്റം വന്നേക്കെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവും. പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി, എന്നെ ഉപദ്രവിച്ച കുറേ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ഇപ്പോൾ ഒരാളുടെ ബുദ്ധിമുട്ട് കേട്ടപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് ആരെങ്കിലും വഴി കേട്ടാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. എൻ്റെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മന്ദിരത്തിൽ ഞാനും പോകും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോവുക. അവിടെ ചെന്ന് അമ്മമാരെ കുളിപ്പിച്ച് കൊടുക്കും, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അവിടെ ഭക്ഷണത്തിനൊക്കെ ചിലപ്പോൾ പലരും കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണങ്ങൾ, അങ്ങനെയൊക്കെയാണ് അവരുടെ ഭക്ഷണങ്ങൾ നടക്കുക. അപ്പോൾ ചില സമയത്ത് അവർക്കൊന്നും ഉണ്ടാവാത്ത സമയമായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളതുപോലെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഒരു ദിവസം അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ബ്ലഡ് നന്നായിട്ട് പോണ്, കൗണ്ട് കുറഞ്ഞിരിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ സിസ്റ്റർ ഒരു കപ്പങ്ങ കിട്ടിയിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് ആ കുട്ടിയുടെ കൗണ്ട് കൂടാൻ നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന നേരത്താണ് ഞങ്ങൾ പോകാൻ ഒരുങ്ങിയത്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഞാൻ തണ്ണിമത്തങ്ങ കൊണ്ടുപോകാമെന്നായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വേണ്ട, കപ്പങ്ങ കൊടുക്കാം എന്നോർത്തുകൊണ്ട് ഞങ്ങൾ കപ്പങ്ങ എടുത്തു. ഹസ്ബൻഡ് പറഞ്ഞു അവർക്ക് കപ്പങ്ങ നല്ല ഇഷ്ടമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കപ്പങ്ങയായിട്ടാണ് അന്ന് ചെല്ലണത്. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഇപ്പോൾ വിചാരിച്ചോളൂ ഒരു കപ്പങ്ങ വാങ്ങിച്ചെങ്കിൽ സന്തോഷയ്ക്ക് കൊടുക്കുമായിരുന്നു, ആ കുഞ്ഞിനെ അത് കൗണ്ടൊക്കെ കൂടാൻ നല്ലതായിരുന്നല്ലോ, ഭയങ്കരമായിട്ട് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ ആവശ്യമുള്ളതാണ് തരിക്കുക സിസ്റ്ററെ, അല്ലാണ്ട് ഞങ്ങളുടെ ഇഷ്ടമല്ലല്ലോ, ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ട് ഇത് തരാൻ തോന്നിച്ചെങ്കിൽ അത് ഇവിടുത്തെ ആവശ്യം ഈശോയ്ക്ക് അറിയായിരുന്നു, അതുകൊണ്ടാണ് മാറ്റി തരാൻ തോന്നിച്ചതെന്ന് പറഞ്ഞു. അതുപോലെ റേഷൻ കടയിലായാലും കുറേ പേർക്ക് BPL ലിസ്റ്റ് ആക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും, പക്ഷെ അവർക്ക് അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്താൽ അതായി കിട്ടുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ ചിലർക്ക് അതിൽ പെൻഷൻ വാങ്ങിച്ചിരുന്ന ആൾക്കാർ, സർക്കാർ പെൻഷൻ വാങ്ങിച്ചിരുന്ന ആൾക്കാരുള്ളത് കൊണ്ട് അത് കിടക്കണ്ടാവും, പക്ഷേ അവർ മരിച്ചു പോയിട്ടുണ്ടാകും, അവർക്ക് വരുമാനം ഉണ്ടാവില്ല, അവരുടെ ലിസ്റ്റ് ഭയങ്കര താഴെയായിരിക്കും. പക്ഷേ അവർക്കത് മാറ്റി എങ്ങനെ അത് ലിസ്റ്റിലേക്ക് പെടാം എന്നറിയാൻ പാടില്ലാത്തവരായിരിക്കും. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിക്കും, അതിനുള്ള ലിസ്റ്റിലേക്ക് പെടാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ഉണ്ടാവാമെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് പലരും ഇപ്പം ഞങ്ങൾ ഇത് ഏറ്റെടുത്തതിന് ശേഷം തന്നെ കുറേ പേർക്ക് ഇപ്പോൾ BPLൻ്റെ കാർഡ് കിട്ടാനായിട്ടൊക്കെ ഇടയായിട്ടുണ്ട്. അതുപോലെ പത്രം കൊടുക്കണത് ഞങ്ങൾ ഇപ്പോൾ കൃത്യമായ ഒരു സ്ഥലത്തൊന്നല്ല കൊടുക്കുക, ഞാൻ കുറച്ച് പത്രം കൊണ്ടുപോയി കടയിൽ വെക്കും. ഞാൻ പത്രം എടുത്ത് കൈ പിടിക്കുമ്പോൾ തന്നെ ഈശോനോട് പറയും, അമ്മേ ഞാനിത് ആർക്കൊക്കെ കൊടുക്കണമെന്ന് അമ്മ ആഗ്രഹിക്കേണ്ട അവർക്ക് മാത്രം കൊടുപ്പിച്ചാൽ മതി കേട്ടോ, അല്ലാണ്ട് വന്നവർക്കൊക്കെ കൊടുക്കാൻ എന്നോട് തോന്നിപ്പിക്കരുത് കേട്ടോ എന്ന് പറയും. അതനുസരിച്ച് അത്യാവശ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നവർക്ക് ഞാൻ പറയും ഒരു പത്രം കൊണ്ടുപോയി വായിച്ച് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ പത്രം കൊടുക്കും. ബാക്കി വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പത്രവിതരണം നടക്കുന്നത്. അത് ഈശോയിലേക്ക് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കതൊരു നല്ല അനുഭവമായിട്ട് പലർക്കും തോന്നിയിട്ടുണ്ട്. അതുപോലെ ഓട്ടോറിക്ഷക്കാർക്ക്, തൊട്ടടുത്തുള്ള കടക്കാർക്ക്, അവർക്കൊക്കെയാണ് ഞങ്ങൾ പത്രം കൊടുക്കുന്നത്. അതുപോലെ പള്ളിയിൽ പോകുന്ന കാര്യമായാലും ഞാൻ മുൻപായാലും എന്നും പള്ളിയിലൊക്കെ പോകുമായിരുന്നു. പക്ഷേ എനിക്കൊരു ദിവസം എവിടെയെങ്കിലും യാത്ര പോകണം, അന്ന് പോകാൻ പറ്റില്ല എന്ന് തോന്നിയാൽ ചിലപ്പോൾ ഞാൻ അന്ന് മുടക്കണ ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് എവിടെയെങ്കിലും യാത്ര പോകണമെന്ന് തോന്നിയാൽ ഞാൻ അന്ന് മറ്റേതിടവകയിലോ എനിക്ക് ആ നേരത്ത് കുർബാന കിട്ടുക എന്ന് ഞാൻ കണ്ടുപിടിച്ച് അവിടെ പോയി കുർബാന കണ്ടിട്ട് തന്നെ പോകണം. അല്ലെങ്കിൽ ആ പോയി വരുമ്പോൾ എവിടെ എനിക്ക് കുർബാന മുടങ്ങാതെ കിട്ടുമെന്ന് അന്വേഷിച്ച് ഞാൻ കുർബാനയിൽ പങ്കെടുക്കണ ഒരു രീതിയായിട്ട് മാറ്റാൻ എനിക്ക് പറ്റി. അതുപോലെ ക്ഷമിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കും ഞാനത് നന്നായിട്ട് തന്നെയല്ലേ പറഞ്ഞത്, പിന്നെ അവർ ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ എന്ന് വിചാരിച്ച് ഞാൻ മാറ്റി നിർത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആയപ്പോൾ എനിക്ക് അവരെങ്ങനെ പറഞ്ഞാലും അത്ര
ദേഷ്യം വരാണ്ട് തന്നെ കുറേ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഉപദ്രവിക്കാനോട് ഒരു ഉപാധിയില്ലാണ്ട് തന്നെ ക്ഷമിക്കാനും എനിക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വളരാനായിട്ട് ഈശോ എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് അമ്മയുടെയും ഈശോയുടെയും പ്രത്യേകം അനുഗ്രഹം കൊണ്ടും അവർ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് പറ്റിയ ഒരു കാര്യങ്ങളാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെ ഈശോയും അമ്മയും ഞങ്ങൾക്ക് ഇതുവരെ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നതോടൊപ്പം ഇനിയും ഞങ്ങൾ ഈശോയിൽ നിന്ന് ഒട്ടും അകന്നു പോകാതെ തന്നെ കൂടുതൽ ഈശോയ്ക്ക് വേണ്ടി സാക്ഷികളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് കൂടി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായം 8-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. റോസിലി എന്ന അമ്മയും മകൾ ആൽഫിയും കൂടി ഇവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഈ അൾത്താരയിൽ ഏറ്റുപറയുമ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്തു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്തു പോയ ഈ മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ചെയ്ത വലിയ അത്ഭുതങ്ങൾക്ക് ഇന്ന് അവർ നന്ദി പറയാനാണ് അൾത്താരയിൽ കയറി വന്നിരിക്കുന്നത്. 8 വർഷക്കാലം അവർക്ക് അവരുടെ സ്വത്ത് പാർട്ടീഷൻ ചെയ്യാൻ സാധിക്കാതെ വന്ന അവസ്ഥയിൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുന്നില്ല എന്നൊരു വലിയ ജീവിത പ്രതിസന്ധി അവർക്കുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് വളരെ ചുരുക്ക സമയം കൊണ്ട് 2 മാസം കാലഘട്ടം കൊണ്ട് തന്നെ അവർക്ക് ആ ഉടമ്പടി ചെയ്യുവാനും അവരുടെ കുടുംബത്തോടുള്ള അവരുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കാനും സാധിച്ചതിൽ അവർ ഈശോയോട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ 15 വർഷമായിട്ടുണ്ടായിരുന്ന അവരുടെ വീട് പണി എന്നൊരു വലിയ ആഗ്രഹം, വീട് എന്ന നല്ലൊരു വീട് എന്ന ആഗ്രഹം അവർ ഈശോ ആഗ്രഹിച്ച സ്ഥിതിയിൽ ഈശോയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഒരു ഈശോയ്ക്ക് വേണ്ടി ഒരു നല്ല അൾത്താര പണിതുകൊണ്ട് ആര് കയറി വന്നാലും ഈശോ ആണ് അവരുടെ അട്രാക്ഷൻ, ഈശോ ആണ് അവരുടെ ഹീറോ എന്ന് മനസ്സിലാകത്തക്ക വിധം അത്രയ്ക്കും കോൺസെൻട്രേഷനോടുകൂടി പണി ചെയ്ത് അവസാനിപ്പിക്കാനുള്ള ഒരു വലിയ കൃപ അവർക്ക് ലഭിച്ചതായി അവർ ഇന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. വീട് ഒരു സ്വപ്നമാണ്, അതിൻ്റെ പണി പൂർത്തിയാകുക, അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാകുക എന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് ഇവർക്ക്. അമ്മ തന്നെ പറയുകയുണ്ടായി, ഓരോ ദിവസവും ഞങ്ങൾ ആ തറയുടെ ഓരോ മുറിയിലും ചെന്ന് ആ ഓരോ സെക്ഷനിലും ചെന്ന് അവർ ഉടമ്പടി ഒപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഈശോയ്ക്കൊരു വീടൊരുക്കിയതാണെന്ന് അമ്മയോട് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. നമ്മുടെ ഓരോ കാര്യത്തിലും ഈശോയോടും പരിശുദ്ധ അമ്മയോടും തീരുമാനം ചോദിക്കണം എന്നുള്ളതാണ്. ഒരു പക്ഷേ നല്ല വ്യക്തികൾ ഒരുപാട് നമ്മുടെ കൂട്ടുകാരായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ തോന്നിയായിരിക്കാം. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിലും വചനത്തിലൂടെ എപ്പോഴും ഈശോ തന്നെ നേരിട്ട് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ രീതിയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായിട്ടാണ് ഇന്ന് റോസിലി എന്ന അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾക്കും വലിയ സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത്. അമ്മയുടെ 5 വർഷമായിട്ടുണ്ടായിരുന്ന റേഷൻ കടയിലെ പൊടിയുടെ അലർജി ഈശോ പെട്ടെന്ന് സൗഖ്യപ്പെടുത്തിയതായും സാക്ഷ്യപ്പെടുത്തുന്നു. മകൾ അൽഫിയയ്ക്ക് കിട്ടിയ വലിയ ജീവിതാനുഭവം എന്നതിനേക്കാളുപരി ഈശോയിലേക്ക് അടുക്കുവാനും സ്നേഹിക്കുവാനും തൻ്റെ ഒരു പരീക്ഷ പാസ്സായതോ അല്ലെങ്കിൽ ഒരു സപ്ലി പാസ്സായതോ അല്ല ഒരു വലിയ സാക്ഷ്യം. ഈശോയെ എന്ന് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നതാണ്, ഈശോയെ ഏറ്റുപറയാൻ സാധിക്കുന്നതാണ് അൽഫിയയ്ക്ക് കിട്ടിയിട്ടുള്ള വലിയ കൃപ എന്ന് അൽഫിയ ഏറ്റു പറയുകയാണ്. തൻ്റെ ഡിഗ്രി ബിസിനസ് ലോ ക്ലാസ്സിൽ സപ്ലിമെൻ്ററി വന്നപ്പോൾ ഇനി ഞാനിത് എഴുതുന്നില്ല, അല്ലെങ്കിൽ എനിക്കിതിനെ കൊണ്ട് സാധിക്കുകയില്ല, അമ്മ തന്നെ എഴുതിയ പരീക്ഷയാണ്, അമ്മ തന്നെ എഴുതിയ പരീക്ഷ പാസ്സായി ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ മകൾക്ക് കൃത്യമായി ഏറ്റുപറയാൻ സാധിക്കുന്നത് ഇത് എൻ്റെ യോഗ്യത കൊണ്ടല്ല, പരിശുദ്ധ അമ്മ മധ്യസ്ഥം ഉപേക്ഷിച്ച് ഈശോയുടെ കൃപയിലാണ് ഇന്ന് ഞാൻ പാസ്സായിട്ടുള്ളത് എന്ന് വളരെ അഭിമാനത്തോടെ ഇന്ന് മകൾ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ മകളുടെ വളരെ നാളായിട്ടുണ്ടായിരുന്ന അലർജി വളരെ പെട്ടെന്ന് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തോടെ സൗഖ്യപ്പെട്ടതും ഡ്രൈവിംഗ് ലൈസൻസ് തൻ്റെ ഒരു യോഗ്യതയുമല്ല, വളരെ ഭയപ്പെട്ട് വളരെ നെർവസായി ആ പരീക്ഷയ്ക്ക് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മ തന്നെ ഡ്രൈവ് ചെയ്ത് അവർക്ക് ഒന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യം കൂടി മകൾ ഏറ്റുപറയുകയാണ്. മകൾ വളരെ ഒരു പ്രത്യേക പ്രാർത്ഥന ആ സമയത്ത് അമ്മ തന്നെ പറഞ്ഞു കൊടുത്ത ഒരു പ്രാർത്ഥനയാണ് ഡ്രൈവിംഗ് ലൈസൻസ് സമയത്ത് മകൾ ഏറ്റുപറഞ്ഞ് എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന.
നിന്റെ സഹായം ഉപേക്ഷിച്ചവരിൽ യാതൊരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന മനോഹരമായ പ്രാർത്ഥനയാണ് ആ സമയത്ത് ചൊല്ലാനായി പരിശുദ്ധ അമ്മ തന്നെ പ്രേരിപ്പിച്ചതെന്ന് മകളെ ഏറ്റു പറയുന്നു. അങ്ങനെ ലോകത്തിൽ ആരെയും ഉപേക്ഷിക്കാത്ത ഒരു അമ്മ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈശോയുടെ അടുത്ത് പോകാനുള്ള ഏക മാർഗം നമുക്ക് ഈശോ പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്നത്. ആരൊക്കെയാണോ അമ്മയെ ആശ്രയിക്കുന്നത്, അമ്മ അവിടെ സ്റ്റക്കായി നിൽക്കാൻ അനുവദിക്കുന്നില്ല. ഈശോയുടെ തിരുരക്തവും തിരുശരീരവും സ്വീകരിച്ച് നിത്യതയോളം അവിടത്തോടൊപ്പം സഞ്ചരിക്കുവാൻ, സ്വർഗത്തിലായിരിക്കുവാനുള്ള വലിയ സാധ്യത ഇന്ന് ഉടമ്പടിയിലൂടെ നമുക്ക് നൽകുകയാണ്. റോസിലിക്കും മകൾ ആൽഫിയയ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത പ്രതിസന്ധികളെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യത്തിനായി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ നടത്തി തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യേകം 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അശ്വിൻ ബെനി. ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് ടെക്സാസിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബെന്നി ദേവസി. മക്കൾ ബാൽവിൻ ബെനി, ബെനഡിക് ബെനി. കൃപാസനത്തിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം 2024 ഫെബ്രുവരി മാസമാണ് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തത്. യൂട്യൂബ് വഴിയാണ് ഞങ്ങൾ പ്രത്യേകിച്ച് ഡെയിലി ബ്രെഡിനെ കുറിച്ച് കാണുകയും അച്ഛൻ്റെ പ്രത്യേക പ്രാർത്ഥനകളും ഇതെല്ലാം യൂട്യൂബ് വീഡിയോസ് വഴിയാണ് ഞങ്ങൾ കാണുകയുണ്ടായത്. അതുപോലെ തന്നെ ഞങ്ങൾ കൃപാസന പ്രാർത്ഥനകളും അതുപോലെ തന്നെ പേപ്പറുകളും ഞങ്ങൾ ബഹ്റിനിലായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾക്ക് അത് ലഭിക്കുകയും അത് കൂടുതൽ അച്ഛൻ്റെ പ്രാർത്ഥനകളും സുവിശേഷങ്ങളും അതുപോലെ ചൊവ്വാഴ്ച ധ്യാനങ്ങളും എല്ലാം ഞങ്ങൾക്ക് കാണാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകം ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ളത്. 2024 ഫെബ്രുവരി മാസം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. പ്രത്യേക നിയോഗം എന്ന് പറയുന്നത് അമേരിക്കയിൽ പോവുക എന്നുള്ളതായിരുന്നു. ഞങ്ങൾക്ക് ഈശോയുടെയും മാതാവിൻ്റെയും പ്രത്യേക അനുഗ്രഹപ്രകാരം ഞങ്ങൾക്ക് 4 പേർക്കും ഗ്രീൻ കാർഡോടുകൂടി അമേരിക്കയിൽ എത്തിച്ചേരുവാനും കഴിഞ്ഞ വർഷം മെയ് 5-ാം തീയതി ഞങ്ങൾക്ക് അമേരിക്കയിൽ എത്തിച്ചേരുവാനും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രത്യേക നിയോഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ 2 പേരുടെയും പ്രൊഫഷൻ അനുസരിച്ച് ജോലി ലഭിക്കുക എന്നാണ്. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ പ്രൊഫഷൻ ഒരു ടീച്ചിങ് പ്രൊഫഷനാണ്. അമേരിക്ക എന്നൊരു കൺട്രിയിൽ ഒരു ടീച്ചറായിട്ട് ജോലി ലഭിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഓരോ സ്റ്റേറ്റിലും അതിൻ്റേതായിട്ടുള്ള ടീച്ചിങ് ലൈസൻസ് വേണം. പ്രത്യേകിച്ച് ടെക്സാസിൽ ടെക്സാസ് ലൈസൻസ് വേണം. അതായത് വിത്തിൻ 1 മന്ത്, അതായത് ഇറ്റ്സ് നോട്ട് മൈ മെറിറ്റ്, ഇറ്റ്സ് എ ഗോഡ് ഗ്രേസ്. എനിക്ക് ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി എനിക്ക് ടെക്സാസിലെ ടീച്ചർ ലൈസൻസ് 1 മന്തോടുകൂടി ലഭിക്കുകയും ലൈസൻസ് ഇല്ലാണ്ട് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുമില്ലായിരുന്നു. അപ്പോൾ 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ടെക്സാസ് ലൈസൻസ് ലഭിച്ച് എനിക്ക് അപ്ലൈ ചെയ്യുകയും എനിക്ക് അവിടെ ഒരു ഇർവിങ് ISD, അതായത് ഗവൺമെൻറ്റിൻ്റെ സ്കൂൾ തന്നെയാണത്, ഇർവിങ് ISDയിൽ ഒരു ടീച്ചറായിട്ട് ജോലി ലഭിക്കുകയും ഉണ്ടായി. അതുപോലെ തന്നെ എൻ്റെ ഫ്ലാറ്റ് പണിയാണ് വളരെയധികം തടസ്സങ്ങളുണ്ടായിരുന്നു. പലതര തടസ്സങ്ങളും, അതെൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഇതായാലും സ്ഥലത്തിൻ്റെ ഇതിലായാലും പല രീതിയിലും വളരെയധികം തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെയധികം പ്രത്യേകിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. ഈവൻ ലോക്കറ്റായാലും മാതാവിൻ്റെ ഉപ്പായാലും എല്ലാ പ്രത്യേക പ്രാർത്ഥനയിലും എല്ലാ എടുത്തും ഞങ്ങൾ പോകുന്ന സ്ഥലത്തെല്ലാം ഞങ്ങളത് ഉപയോഗിച്ചിരുന്നു. ഈവൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായിരുന്നാലും ഫ്ലാറ്റിൻ്റെ പണിയുടെ സമയത്തായാലും എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെ നേർച്ച വസ്തുക്കൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനയിലും അത് ഞങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും വിത്തിൻ 1 ഇയറിനുള്ളിൽ തന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ പണി കഴിയുകയും അത് വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുകയും ചെയ്തു. അത് പ്രത്യേകിച്ച് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന് ചെയ്ത ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ മൈക്ക് കൊടുക്കാം. എൻ്റെ പേര് ബെന്നി ദേവസി. എനിക്ക് കിട്ടിയ പ്രത്യേക നിയോഗം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായ ഒരു വലിയൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി പ്രകാരം അതിലൊരു നിയോഗം ഞാൻ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. ബോയിങ് എന്നുള്ള ഒരു കമ്പനി, അതായത് ബോയിങ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് ജോലി കിട്ടണമെന്നുള്ളൊരു നിയോഗമായിരുന്നു അത്. ആ കമ്പനിയിൽ നമ്മുടെ ഒരു അംബിഷനായിരുന്നു അത്. അതുപ്രകാരം അന്ന് ഞാൻ ബോയിങ്ങിലേക്കുള്ള പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി, ഉടമ്പടി എടുക്കുകയുണ്ടായി. ഞങ്ങൾക്ക് സ്റ്റേറ്റ്സിൽ ചെന്നിട്ട് വേറൊരു കമ്പനിയിലാണ് ആദ്യം ജോലി കിട്ടിയത്. പക്ഷേ ഞാൻ ഉടമ്പടിയിലായതുകൊണ്ട് നമ്മളത് അറിയുന്നില്ലായിരുന്നു. അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് മാറി ബോയിങ് കമ്പനിയിൽ മാത്രം സ്പെസിഫൈ ചെയ്ത് അപ്ലൈ ചെയ്യും. അവിടേക്ക് മാതാവിൻ്റെ പ്രത്യേക സഹായത്താലും നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയാലും നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് 1 മാസത്തിനുള്ളിൽ തന്നെ ഈ കഴിഞ്ഞ മെയ് 1-ാം തീയതി മാതാവിൻ്റെ മാസം ജസ്റ്റ് നമുക്ക് കമ്പനിയിൽ നിന്ന് ഓഫർ വരികയും
പിന്നീട് ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റി, ഇൻ്റർവ്യൂവിന് വിളിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നമ്മുടെ വിശ്വാസം ഊർജിതപ്പെടുത്തുന്നതിന് നമുക്ക് കിട്ടിയ ഉപ്പ്, ഇവിടുന്ന് നമ്മൾ കിട്ടിയ ഉപ്പ് അവിടെ ഇൻ്റർവ്യൂ ടൈമിൽ അവിടെ നമ്മൾ വിതറുകയും ആ ബോയിങ് കമ്പനി തന്നെ വിതറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു ഫേം ഡേറ്റ് ഇൻ്റർവ്യൂ 2 റൗണ്ട് ഇൻ്റർവ്യൂ ഫേസ് ഇൻ്റർവ്യൂ ഉണ്ടായി. പിന്നെ 2 റൗണ്ട് മറ്റേ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഇതെല്ലാം വളരെ സക്സസ് ആയിട്ട് കഴിയും. ഈ പറയുന്ന 30-ാം തീയതി കഴിഞ്ഞ 30 മെയ്യിൽ അതിൻ്റെ ഒരു ഫേം ഡേറ്റ് തന്ന മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ നമുക്കത് സാധിച്ചു. ഞാൻ ഈ 19-ാം തീയതി, അടുത്ത ജൂൺ 19-ാം തീയതി ജോലി തുടങ്ങുകയാണ്. മാതാവ് വഴി യേശുനാഥൻ തന്ന ഈ വലിയൊരു അനുഗ്രഹം അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഇത് എനിക്കുണ്ടായത്. അതിന് ഒത്തിരി നന്ദി പറയുകയാണ്. പിന്നെ രണ്ടാമത്തായിട്ട് എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് മക്കളുടെ അവിടെ പഠിപ്പ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഒരു സാമ്പത്തികപരമായിട്ട് നോക്കുമ്പോൾ അവിടെ എല്ലാം വളരെ കോസ്റ്റ്ലിയാണ്. മക്കളുടെ പഠിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ ആ ഉടമ്പടിയിൽ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് 2 പേർക്കും സ്കോളർഷിപ്പോട് കൂടി തന്നെ ഇതുവരെ ഒരു 5-ൻ്റെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകാതെ കണ്ട് സ്കോളർഷിപ്പോട് കൂടി തന്നെ അവർക്ക് 2 പേർക്കും പഠിക്കാൻ ഉള്ള എല്ലാ സഹായവും നമുക്ക് കിട്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിട്ട്. എൻ്റെ മൂത്ത മകൻ ബെനഡിക്റ്റ്, പുള്ളി ഇപ്പോൾ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. പുള്ളിക്ക് ഉള്ള സ്കോളർഷിപ്പ് ഫുള്ള് 1 ഇയർ കഴിഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തെ മകൻ്റെ വേറെ സാമ്പത്തിക ബാധ്യതയില്ലാതെ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം, നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഗ്രഹത്താൽ നമുക്കത് നേടിത്തന്നതിന് മാതാവിനും യേശുവിനും ഒത്തിരി നന്ദി. പിന്നെ നമ്മളുടെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ മുടങ്ങാതെ എല്ലാ മാസവും ചെയ്യുന്നുണ്ട്. നമ്മളുടെ കഴിവിനടുത്ത് പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള പൈസ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് പറയുന്നാൽ മുടങ്ങാതെ ബൈബിൾ വായന ഒരു ശീലമാക്കി ഈ വരുന്ന ഒരു 2 മാസമായിട്ട് നമ്മളതൊരു ശീലമാക്കിയിട്ടുണ്ട്. എന്ത് തന്നെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒരു അരമണിക്കൂർ മാക്സിമം ബൈബിൾ വായിച്ച് വിശ്വാസത്തിൽ കൂടുതൽ വളരാനുള്ള ഒരു അനുഗ്രഹം ലഭിക്കണമെന്നുള്ള പ്രാർത്ഥനയോട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെയായിട്ടും നമുക്കത് മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന ഞങ്ങളെല്ലാവരും മുടങ്ങാതെ എത്തിക്കുക. എത്ര വൈകിയായാലും കുടുംബ പ്രാർത്ഥന ഒരു രീതിയിലും ഞങ്ങൾ 4 പേരായാലും മുടക്കില്ല. അത് നമ്മുടെ വലിയൊരു വിശ്വാസ ജീവിതത്തെ ഊർജിതപ്പെടുത്തുന്ന ഒരു മാർഗമാണ്. അച്ഛൻ്റെ ഡെയിലിയുള്ള പ്രാർത്ഥന, ഡെയിലി ബ്രെഡ്, അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിലുള്ള ഉടമ്പടി ധ്യാനം, ഇതെല്ലാം മുടങ്ങാതെ ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ ഊർജിതപ്പെട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ദൈവമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം വീണ്ടും യാചിച്ചുകൊണ്ട് നിർത്തുന്നു. എനിക്ക് പത്രം, ഇവിടുന്ന് കിട്ടിയ പത്രങ്ങളെല്ലാം ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞാൻ സപ്ലൈ ചെയ്തായിരുന്നു. അത് നേരെ കണ്ട് ആളുകൾക്കെല്ലാം കൊടുക്കുമായിരുന്നു. കുറേ ഞങ്ങൾ ബഹ്റൈനിൽ കൊടുത്തു. ബഹ്റൈനിലായിരുന്നു ഞാൻ ഇതിനു മുമ്പ്. അവിടെ നിന്നാണ് സ്റ്റേറ്റ്സിലോട്ട് പോകുന്നത്. ഇനി ഞങ്ങൾ ഓൺലൈൻ വഴി പത്രം ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ളവരെയും കൂടി ഇതിനകത്ത് കൂടുതൽ മാതാവിനെയും യേശുവിനെയും പറ്റി അറിയാത്തവർക്ക് നമ്മൾ സാക്ഷികളാവാൻ ശ്രമിക്കും. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനമാണ്. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അത് നല്ലൊരു കമ്പനിയിൽ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ജോലി കിട്ടണമെങ്കിൽ അത് ഒട്ടും എളുപ്പമല്ല. അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പലപ്പോഴും പറയും, നമുക്ക് അസാധ്യമായ കാര്യങ്ങളാണ് നാം ഉടമ്പടിയിൽ വെക്കേണ്ടതെന്ന്. അങ്ങനെയാണ് ബെന്നി ദേവസ്യ എന്ന സഹോദരൻ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചത് ഒരു നല്ല കമ്പനിയിൽ ജോലി കിട്ടണമെന്നാണ്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ഒരു പ്രത്യേക രീതിയിലാണ് പ്രാർത്ഥിച്ചത്. അതായത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീർക്കണമേ എന്നാണ്. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവിടെ തന്നെ USA ഒരു നല്ലൊരു കമ്പനിയിൽ ലോജിസ്റ്റിക് സ്പെഷ്യലിസ്റ്റായിട്ട് മന്ത് ഓഫ് മെയിൽ, അതായത് മാതാവിൻ്റെ മാസം തന്നെയാണ് ഒരു നല്ല ജോലി നൽകി ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. പിന്നെ മക്കളുടെ കാര്യം, സ്കോളർഷിപ്പും
അതും സാമ്പത്തിക കടബാധ്യതയോ സാമ്പത്തിക ബാധ്യതയോ ഒന്നുമില്ലാതെ തന്നെ എല്ലാ രീതിയിലും ആ ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ്. പരിശുദ്ധ അമ്മയും ഈശോയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. വിശ്വാസം മാത്രമല്ല, ഉടമ്പടിയിൽ നമുക്ക് വേണ്ടത് വിശ്വസ്തതയാണ്. ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ നയിക്കുവാൻ ബെന്നി പറഞ്ഞതുപോലെ മുടങ്ങാതെ ബൈബിൾ വായന ഒരു ശീലമാക്കി ഉടമ്പടി എടുത്തതിൽ പിന്നെ നമ്മൾ ബൈബിൾ വായിക്കുമായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിൽ പിന്നെ ഉടമ്പടി ജീവിതം നയിക്കുന്നതിലൂടെ ഒരു വലിയ ആത്മീയതയിലേക്ക്, ആത്മീയ ജീവിതത്തിലേക്കാണ് നാം ചുവടുവെക്കുന്നത്. അങ്ങനെ ആത്മീയതയിൽ കുടുംബം മുഴുവനും ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിന്ന് ഒരു നല്ല ഭക്തിയുള്ള, ദൈവഭക്തിയുള്ള ഒരു കുടുംബമായിട്ട് മുന്നോട്ട് നയിക്കുവാനാണ് സാധിക്കുന്നത്. സങ്കീർത്തനം 107:7 പറയുന്നത്, വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു എന്നാണ്. ഈ കുടുംബത്തെയും ഉടമ്പടിയിലൂടെ വാസയോഗ്യമായ ഒരു നഗരത്തിലേക്കാണ് ഈശോയും അമ്മയും നമ്മെ കരപിടിച്ച് മുന്നോട്ട് പോയി നയിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും എന്ത് സാഹചര്യമാണെങ്കിലും ഈശോയിലും അമ്മയിലും പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും പരിശുദ്ധ അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ സംശയങ്ങളെ നീക്കി ഉറച്ച വിശ്വാസത്തോടെ വിത്തൗട്ട് എ ഡൗട്ട് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ പ്രാർത്ഥനകളും ജീവിതവും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ബെന്നി ദേവസിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ. ഡോക്ടർ സ്നേഹ റൂസൻ, ഇതെൻ്റെ ഹസ്ബൻഡ് റൂസൻ ആൻ്റണി. ഇത് ഞങ്ങളുടെ 2 മക്കൾ. ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് 4 മക്കളാണ്. ഇപ്പോൾ 2 മക്കൾ ഞങ്ങളുടെ കൂടെയുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ 4ാമത്തെ സിസേറിയൻ കഴിഞ്ഞ് എനിക്കുണ്ടായ രോഗസൗഖ്യമാണ്. എനിക്ക് ഇത് ഈ ഏപ്രിൽ 8 എനിക്ക് ചെയ്ത 4ാമത്തെ സിസേറിയൻ കൂട്ടി എനിക്ക് 5 സർജറികൾ എനിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4ാമത്തെ സിസേറിയന് പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് കൂടുതലായിരുന്നു. സർജറി സാധാരണ നമ്മുടെ ഒരു സിസേറിയൻ 60 to 90 മിനിറ്റ്സാണ് എടുക്കുന്നത്. ബട്ട് എൻ്റെ സർജറി ഒരു 150 മിനിറ്റ്സോളം പ്രൊലോങ്ഡ് ആയിരുന്നു. അതിനുശേഷം നമുക്ക് ഡ്രെയിൻ ഇടുകയും പ്രോബ്ലംസ് ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്ന ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. എന്നാൽ നോർമലി നമുക്കൊരു സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് പാസ് ചെയ്യാനും അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യാനും ഒന്നും യൂഷ്വലി നമുക്ക് 24 hours കഴിയുമ്പോൾ സാധിക്കുന്നതാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ബിക്കോസ് ഓഫ് സിവിയർ അഡ്ഹേഷൻസ് എനിക്ക് നെക്സ്റ്റ് ഡേ ഗ്യാസ് പാസ് ചെയ്യാൻ പറ്റിയില്ല. ഈവൻ 48 hours കഴിഞ്ഞിട്ടും എനിക്ക് ഗ്യാസ് പാസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണെന്ന് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആസ് എ ഡോക്ടർ എനിക്കറിയാം അത് കൈൻഡ് ഓഫ് പാരാലിറ്റിക് ഇലിയസ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ. പക്ഷേ വീണ്ടും അവരെ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മെഡിസിൻസ് ഒക്കെ തന്നിട്ടും എനിക്ക് യാതൊരു ചേഞ്ചും ഇല്ല. സോ എന്നെ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിനായിട്ട് എക്സ്റേക്കും അൾട്രാസൗണ്ടിനും അയച്ചു. അപ്പോൾ അതിൽ നമുക്ക് കാണുന്ന ഫൈൻഡിങ് എക്സ്റേയിൽ ഗ്യാസ് അണ്ടർ ഡയഫ്രം ആൻഡ് മൾട്ടിപ്പിൾ എയർ ഫ്ലൂയിഡ് ലെവൽ. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏതോ ചെറുകുടലോ വൻകുടലോ എവിടെയോ ചെറിയൊരു ഓപ്പണിങ്, പെർഫറേഷൻ എന്ന് പറയും. അത് വളരെ സിവിയറായ ഒരു കണ്ടീഷനാണ്. അവർ സർജന് കൺസൾട്ടേഷൻ റിക്വസ്റ്റ് വിട്ടു. അവരെല്ലാവരും പാനിക്കായി. എന്നെ വീണ്ടും NPO, അതായത് നിൽ പെർ മൗത്ത്, നമുക്ക് ഓറലി ഒന്നും എടുക്കാൻ പറ്റില്ല, IV ഫ്ലൂയിഡ് മാത്രം. ആ ഒരു 48 hours കഴിഞ്ഞും ഒരു സർജറി കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തത് വല്ലാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്ഡായി. കാരണം ഈ പെർഫറേഷൻ വന്നാൽ നമ്മൾ സർജൻ വരികയും അവർ നമ്മുടെ വായിൽ കൂടെ റൈൽസ് ട്യൂബ് എന്ന് പറഞ്ഞ ട്യൂബ് ഇട്ട് നമ്മുടെ വയറ്റിലുള്ള എല്ലാ ഫുഡോ അല്ലെങ്കിൽ ആസിഡിക് ഫ്ലൂയിഡ്സ് എല്ലാം ആസ്പിറേറ്റ് ചെയ്യുക, കണ്ടിന്യൂസ് NPO ഇടുക. അതെല്ലാം അതിലും റിക്കവറി ഇല്ല എങ്കിൽ വീണ്ടും ഒരു റീഓപ്പണിങ് അല്ലെങ്കിൽ ഒരു റീസർജറി ആ പെർഫറേഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് ഉള്ളത്. പക്ഷെ ഞാനത് ഇത്രയും എൻ്റെ ഫാമിലിയോട് പറഞ്ഞില്ല. കാരണം അവർക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. ആ ഒരു കോംപ്ലിക്കേഷൻ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡാണ്. പക്ഷേ അപ്പോൾ ഞാൻ ഒന്നും ചെയ്യാൻ എനിക്കില്ല. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വന്ന്, ഞങ്ങൾ 2 പേരും ഉടമ്പടിയിലുള്ളവരാണ്. ഉടമ്പടി തൈലം തേച്ച് എനിക്ക് പ്രാർത്ഥിച്ചു. എൻ്റെ വയറ്റിലും എന്നെ സർജറിക്ക് വിട്ടതും എന്നെ ഉടമ്പടി തൈലം തേച്ചത് തന്നെയാണ്. ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞു. അത് കഴിച്ചാലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എനിക്ക് അറിയാമായിരുന്നിട്ടും ഞാൻ കഴിച്ചത് ഉടമ്പടി ഉപ്പ് കഴിച്ചുകൊണ്ടേയിരുന്നു. അത് വെള്ളത്തിൽ കലക്കി ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു. അന്ന് രാത്രി ഞാൻ ഏപ്രിൽ 7 ഞാൻ അഡ്മിറ്റായ ഒരു ട്യൂസ്ഡേ. അന്നത്തെ ധ്യാനം എനിക്ക് കൂടാൻ പറ്റിയില്ല. അപ്പോൾ 8 കഴിഞ്ഞ് 9-ാം തീയതി രാത്രി ഞാൻ ഈ ധ്യാനം, കാരണം നമ്മുടെ അവിടുത്തെ സിറ്റുവേഷനിൽ നമുക്ക് ആരും ബൈസ്റ്റാൻഡേഴ്സ് രാത്രി നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ മാതാവും ഈശോയും മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്റേഴ്സിനെ വിളിക്കാം, അവർ വരും. അപ്പോൾ സിസേറിയൻ കഴിഞ്ഞ് കിടക്കുന്നത് ഞാൻ തന്നെയാണ്.
അപ്പോൾ എനിക്കൊരു ഡ്രെയിൻ ഉണ്ട്, കാരണം എനിക്ക് ബ്ലീഡിങ് കൂടുതലായതുകൊണ്ട് അവരൊരു ഡ്രെയിൻ ഇട്ടിരിക്കുകയാണ്, സർജി ബാക്ക് എന്ന് പറയും. അതും തൂക്കിപ്പിടിച്ച് ഇയർഫോൺസും വെച്ച് ഒരു കയ്യിൽ കൊന്തയും വെച്ച് ഞാൻ അച്ഛൻ്റെ 7-ാം തീയതിയിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ അതിൻ്റെ അകത്ത് പറയുന്നൊരു വാക്കുണ്ട്, പൊടുന്നനെ അല്ലെ ആകസ്മികമായി നമുക്കുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ. ആസ് എ ഡോക്ടർ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ 4ാമത്തെ സിസേറിനാണ്, എനിക്കിപ്പോൾ ബ്ലീഡിങ് കൂടുതലായിരിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് മാതാവ് തോന്നിക്കുന്നുണ്ട് എന്തോ നിനക്ക് വരുമെന്ന് തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹസ്ബൻഡോട് ഞാൻ പറഞ്ഞു ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, യു ഡോണ്ട് വറി. ആ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ അച്ഛൻ പറഞ്ഞ വാക്ക്, കാരണം അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്കൊരു പെർഫറേഷനിലേക്ക് ഞാൻ പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനത് അത്രയും സീരിയസ് ആയിട്ട് ഇപ്പോഴും ഞാനതൊന്നും വീട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുമില്ല. അന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ്. നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, കാരണം നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരു സെപ്സിസിലേക്ക് പോകാം, റീ ഓപ്പണിങ് വരാം. ഇത് നമ്മുടെ ഒരു ജീവന് തന്നെ ആപത്തായ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അച്ഛനത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ഈ ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ. അതൊരു ഉടമ്പടി, ആ ഉടമ്പടിയുടെ പ്രൊട്ടക്ഷനാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ട് കടന്ന് 3 മണിയായപ്പം എനിക്ക് എൻ്റെ ബവൽ ഓപ്പണായി, എനിക്ക് നന്നായിട്ട് ഗ്യാസ് പാസ് ചെയ്യാൻ പറ്റി. അന്ന് ആ രാത്രി സർജന് വരാൻ പറ്റിയില്ല, കാരണം പുള്ളിക്ക് വേറൊരു എമർജൻസി സർജറി വന്നത് കൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റിയില്ല. കാരണം ഇതൊരു മെറ്റേണിറ്റി സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ മെറ്റേണിറ്റി യൂണിറ്റ് ഇല്ല. അപ്പോൾ നമ്മുടെ കുവൈറ്റിലൊക്കെ സിറ്റുവേഷൻ വെച്ച് നമ്മൾ ഏരിയ അനുസരിച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഏരിയയിലേക്കാളും ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയ ഒരു ഹോസ്പിറ്റലിലേക്ക് അവിടുത്തെ തന്നെ ഒരു കുവൈറ്റി ഡോക്ടർ എന്നെ റെഫർ ചെയ്ത് ആ ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ല സീനിയറായ ഡോക്ടറിനാണ് എനിക്ക് കിട്ടിയത്. അതല്ല ഞാനൊരു ജൂനിയർ ഡോക്ടറിൻ്റെ അടുത്താണ് എൻ്റെ സർജറി ഇത്രയും സക്സസ് ആയല്ലോ. പുള്ളി പറഞ്ഞു, നിൻ്റെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നിൻ്റെ കുടൽ പുറത്തേക്ക് വരികയായിരുന്നു. അവിടെ ആ സേഫ് ഹാൻഡ്സിൽ മാതാവ് ആദ്യം തൊട്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് എന്നെ അവിടെ നിർത്തിയത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. അങ്ങനെ ഒരു സൗഖ്യം കിട്ടി. അതിനുശേഷം നമുക്ക് ഈ പ്രൊലോങ്ഡ് CS നമുക്കൊരു ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് പ്രൊലോങ്ഡ് അഡ്മിഷനാണ്. എനിക്ക് നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റി. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കാലിൽ എനിക്ക് നീര് വന്നു. അത് 2 കാലിലും നമുക്ക് പ്രഗ്നൻസിയിൽ നീര് വരാം, പക്ഷേ ഇതങ്ങനെയല്ല, ഒരു കാലിൽ മാത്രമാണ്. ഞാൻ ഓൾറെഡി ഇഞ്ചക്ഷൻസ് എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എന്നിട്ട് നീര് വന്നു. അപ്പോൾ എനിക്ക് തോന്നി പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മാതാവ് എനിക്ക് തോന്നിച്ചു, നീ എടുക്കുന്ന ഡോസ് കൂട്ടിയെടുക്ക്. ഞാൻ ആ ഡോസ് കൂട്ടിയെടുത്തു. ഞങ്ങൾ ശക്തമായിട്ട് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 ദിവസം കൊണ്ട് തന്നെ വേറൊരു കൺസൾട്ടേഷന് പോവാതെ മാതാവ് എനിക്ക് സൗഖ്യം നൽകി. എൻ്റെ 4 മക്കൾക്കും ഒരമ്മയെ തിരിച്ചു വിളിക്കുകയും എൻ്റെ ഹസ്ബൻഡിന് ഭാര്യയെ തിരിച്ചു തരികയും ചെയ്തു. ഇതിൻ്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഏപ്രിലൊരു സിസ്റ്റർ ജോമി UK നിന്ന് ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നു. ഇതിൽ ഇൻഡസ്ട്രിയൽ പെർഫറേഷൻ വരികയും അത് കൂടുതൽ ഫർദർ കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയും ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വന്ന് പൾമണറി എംബോളിസം വരികയും ചെയ്ത ഒരു സിസ്റ്ററായിരുന്നു. പക്ഷേ എൻ്റെ കാര്യത്തിൽ അതൊന്നുമില്ലാതെ മാതാവ് ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അത് ഞങ്ങളുടെ ഒരു വലിയ സാക്ഷ്യമാണ്. അതുപോലെ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ കുവൈറ്റിലാണ്, നിങ്ങൾക്കറിയാം, അവിടെ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഫ്ലൈറ്റും ക്യാൻസലായിരുന്നു, ലീവ് ഓപ്പൺ ആയിരുന്നില്ല. അപ്പം MOC വർക്ക് ചെയ്യുന്നത് എനിക്കൊരിക്കലും അവർ ലീവ് തരത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ സിസേറിയൻ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്തു. 1 വീക്ക് ഞാൻ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. നമ്മളെപ്പോലെ 6 മാസം ഒന്നും ലീവ് കിട്ടത്തില്ല. പക്ഷേ ആ ലീവ് മെയ് വരെ ആർക്കും ലീവ് കൊടുക്കില്ല എന്നായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹത്താൽ May 2 അവിടെ ലീവ് ഓപ്പണായി, എനിക്ക് ലീവ് അപ്ലൈ ചെയ്യാൻ പറ്റി. May 15 വരെയുള്ള എല്ലാ ടിക്കറ്റ്സും ക്യാൻസലാക്കിയിരുന്നു എയർലൈൻസ്. എന്നിട്ട് അവർ വെരി ഹൈ പ്രൈസിലായിരുന്നു ടിക്കറ്റ്സ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ 6 പേരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരാൾ 7 ടിക്കറ്റ് ഞങ്ങൾക്ക് പുതിയൊരു റേറ്റിൽ എടുക്കാമെന്നുള്ളത് ഇമ്പോസിബിൾ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു മാതാവിന് ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ വരുന്നില്ല. പക്ഷെ ഞങ്ങൾ ജനുവരി തന്നെ ടിക്കറ്റ്സ് എടുത്തു വെച്ചിരുന്നു. ആ സെയിം ടിക്കറ്റിൽ ഒരു പൈസ പോലും എക്സ്ട്രാ കൊടുക്കാതെ ഞങ്ങൾ എല്ലാവരും ഇവിടെ വരികയും ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനും പറ്റി. അതിന് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഞങ്ങൾ കൊടുത്ത് പ്രത്യേകം ചെയ്തിരുന്നു. അതുപോലെ ആ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ മാതാവിനോട് ഞങ്ങൾ ചോദിച്ചിരുന്നു, മാതാവേ ഇതാണ് ഞങ്ങൾ 2ആയിട്ട് ട്രാവൽ ചെയ്യും. ഞാൻ ആദ്യം കുഞ്ഞുങ്ങളായിട്ട് വന്നു, ഹസ്ബൻഡ് മൂത്ത 2 പേരോട് വന്നു. ഇതൊക്കെ മാതാവിനോട് ചോദിച്ചിട്ടാണ്. അപ്പോൾ അത് എല്ലാവർക്കും റീഷെഡ്യൂളിങ് വന്നു, ഒത്തിരി ഡേറ്റ്സ് മാറി, അല്ലെങ്കിൽ പൈസ കൊടുക്കേണ്ടി വന്നു. ഞങ്ങൾക്കിതൊന്നും വേണ്ടി വന്നില്ല. അതും ഒരു സാക്ഷ്യമാണ്. അതുപോലെ എൻ്റെ ഈ കോംപ്ലിക്കേഷൻസും NPOയും കാരണം കുഞ്ഞിനെ ഫീഡിങ് പ്രോപ്പറായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവന് യൂഷ്വലി ജോണ്ടിസ് വരാറുണ്ട്. പക്ഷേ ഇവന് പ്രൊലോങ്ഡ് ജോണ്ടിസ് ആയിരുന്നു. ഞങ്ങൾ 1 മാസത്തോളം ഫോളോ അപ്പ് ചെയ്തു. പക്ഷേ ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷൻ ഇല്ലാതെ, ഒരു ഫോട്ടോതെറാപ്പിയോ അഡ്മിഷനോ ഒന്നുമില്ലാതെ ഞങ്ങളുടെ കുഞ്ഞിനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തു. കാരണം അതുകൊണ്ട് തന്നെ അവന് ഫീഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ ബോട്ടിൽ ഫീഡ് കൊടുത്തു. സാധാരണ യൂഷ്വലി ബോട്ടിൽ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നിപ്പിൾ കൺഫ്യൂഷൻ വരും, അവർ പിന്നീട് ബ്രസ്റ്റിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അവനത് വന്നു. കാരണം എനിക്ക് ആ സമയത്ത് സ്പൂണിൽ കൊടുക്കാനോ എൻ്റെ ഹെൽത്ത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആസ് എ ഡോക്ടർ എനിക്കറിയാം, പീഡിയാട്രീഷ്യനും പറഞ്ഞു അങ്ങനെ ചെയ്യരുത്.
പക്ഷേ ഇവിടെ വന്ന് തൊട്ട് അവൻ ആ കൺഫ്യൂഷനില്ല, അവനൊരു പ്രശ്നവും ഇല്ല. അവൻ നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. മാതാവിൻ്റെ തൈലം ഞാൻ ബ്രസ്റ്റ് തേച്ചും അവനും കൊടുത്തിട്ടുമാണ് അത് സാധിച്ചു തന്നെ. അതുപോലെ ഞങ്ങളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വർക്ക് തുടങ്ങുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അത് തുടങ്ങിയപ്പോൾ ഭയങ്കര തടസ്സം. സമയത്ത് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്ന് ഇവിടുത്തെ മണ്ണ് കൊണ്ടുപോയി അവിടെ ഇട്ടു. അങ്ങനെ പണി ഓൾമോസ്റ്റ് പൂർത്തിയായി വരുന്നു. ദൈവം ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ഞങ്ങൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും നമ്മളെക്കൊണ്ട് സാമ്പത്തികമായി ചെയ്യാൻ പറ്റുന്ന ഓൾഡ് ഏജ് ഹോമിലേക്ക് അല്ലെങ്കിൽ ആവശ്യമായി വരുന്ന രോഗികൾക്ക് ഞങ്ങൾ സാമ്പത്തികമായി സഹായം ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ആസ് എ ഡോക്ടർ ഞാനൊരു പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ആര് ചോദിച്ചാലും ഇവിടെയാണെങ്കിലും ഞാൻ അവർക്ക് ഓൺലൈനിൽ കൺസൾട്ട് ചെയ്ത് ഫ്രീ ആയി അത് കൊടുക്കാറുണ്ട്. പ്രേക്ഷക പ്രവർത്തനമായി ഞങ്ങൾ വരുമ്പോൾ പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യും. അതുപോലെ നമ്മുടെ ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ധ്യാനവും ഒക്കെ ഷെയർ ചെയ്ത് ഞങ്ങൾ ചെയ്യാറുണ്ട്. ദൈവം ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിനോട് ഞങ്ങൾ എടുത്തുന്ന എല്ലാ മധ്യസ്ഥത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവചനം. ഇക്കാരണത്താലാണ് ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്, ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ആ ദിവസം വരെയും ഭദ്രമായി കാത്തുസൂക്ഷിക്കാൻ അവന് കഴിയുമെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഡോക്ടർ സ്നേഹ ജീവിത പങ്കാളിയോടും കുഞ്ഞുങ്ങളോടൊപ്പം വന്ന് വളരെ ശ്രേഷ്ഠമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറയുന്നത്. ഡോക്ടറിൻ്റെ 3ാമത്തെ സാക്ഷ്യമാണിത്. സി സെക്ഷനിലൂടെ 4ാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറിയിലുണ്ടായ കോംപ്ലിക്കേഷന് ശേഷം ഡോക്ടറിനെ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഗ്യാസ് ട്രബിളുണ്ടായപ്പോൾ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു വലിയ റിലീഫ് ഡോക്ടറിനുണ്ടായതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഡോക്ടർ തന്നെ പറയുന്ന ഒരു ഡോക്ടർ ആയതുകൊണ്ട് അതിൻ്റെ കോംപ്ലിക്കേഷനും ഒരു ജീവൻ മരണ പോരാട്ടവും ഡോക്ടറിനെ തന്നെ അറിയാം. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് പെട്ടെന്നുണ്ടായ സൗഖ്യത്തിന് അവർ നന്ദി പറയുകയാണ്. അതുപോലെ അവരുടെ എല്ലാ തീരുമാനങ്ങളും പരിശുദ്ധ അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി അവർ ഡെവലപ്പ് ചെയ്തു. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന കാര്യത്തിലായാലും സാക്ഷ്യം പറയുന്നതിനായാലും അവർ പരിശുദ്ധ അമ്മയോടും ഈശോയോടും എപ്പോഴും കൺസൾട്ട് ചെയ്തിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. പ്രൊലോങ്ഡ് ജോണ്ടൈസ് വന്ന മകനെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും വീടിനെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് എപ്പോഴും സമർപ്പണത്തിൻ്റെ ഒരു ജീവിതം കാഴ്ചവെക്കുന്ന ഡോക്ടറിനും ഫാമിലിക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട്. എൻ്റെ പേര് മരിയാമോൾ ബിജു. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ ചേട്ടൻ, ഇതെൻ്റെ ഹസ്ബൻഡ്. എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് അമ്മയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. ഞാനിവിടെ വന്നത് എനിക്ക് അമ്മ നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുവാനാണ്. ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഞാൻ അവിടെ 3.5 വർഷം ജോലി ചെയ്തു. അങ്ങനെ എല്ലാവർക്കും ആഗ്രഹമുള്ളതുപോലെ എനിക്കും, ഞാനൊരു നേഴ്സായതുകൊണ്ട് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകാനായിട്ട് ആഗ്രഹം വന്നു. അങ്ങനെ ഞാൻ OET വേണ്ടി പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഞാൻ സൗദിയിൽ ജോലി ചെയ്തുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് ജോലിയും ക്ലാസ്സും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും അമ്മ മാതാവ് എനിക്ക് വഴിയൊരുക്കി തന്ന് എനിക്കത് പഠിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞാൻ പഠിച്ചു, ഡേറ്റ് എടുത്തു, എക്സാമിന് പോയി. പക്ഷേ എക്സാമിന് ഞാൻ അത്ര പ്രിപ്പയർഡ് ആയിരുന്നില്ല. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും അറിയാം 4 മൊഡ്യൂളാണ് അതിൽ നിന്ന്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പോയി. അപ്പം അമ്മ എനിക്ക് പറഞ്ഞു തന്നതുകൊണ്ട് കൃപാസനത്തിൽ നിന്ന് എനിക്ക് ഉപ്പും തേനും തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ സൗദിക്ക് പോയപ്പോൾ. അപ്പം ഞാൻ എക്സാമിന് പോയപ്പോൾ ഞാൻ അതൊക്കെ കൊണ്ടാണ് പോയത്. ചെക്കിംഗ് ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ പോക്കറ്റിൽ ഞാനൊരു ടിഷ്യൂവിൽ ഉപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞാൻ ആ ഉപ്പ് അവിടെ വിതറി, ആളുകൾ ചവിട്ടാത്തടത്ത് നോക്കി ഞാൻ വിതറി. തേൻ ഞാൻ കഴിച്ചിട്ട് പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് അമ്മയുടെ ഒരു അടയാളം കാട്ടിത്തരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഗ്രേ കളറിൽ ഒരു ഡ്രസ്സ് ഇട്ട ആളാണ് എനിക്ക് ഇൻ്റർലക്യൂട്ടറായിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ടെൻഷൻ പകുതി മാറി. എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്പീക്കിംഗ് കഴിഞ്ഞ ഉടനെ ആ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നന്നായിട്ട് സംസാരിച്ചു എന്നെൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമായി. അങ്ങനെ ഞാൻ റിയാദിൽ വെച്ചിട്ടായിരുന്നു ഈ എക്സാം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. എനിക്ക് എക്സാം ടഫായിരുന്നു, പക്ഷേ സ്പീക്കിംഗ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. കാരണം എനിക്ക് ആ മാഡം അങ്ങനെ വന്നതുകൊണ്ട് എനിക്കൊരു വിശ്വാസമായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നു, എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞു. എൻ്റെ റിസൾട്ട് വന്നത് ഞാൻ വെളുപ്പിന് ഈ ഡെയിലി ബ്രെഡിൻ്റെ ഇത് കേട്ടോണ്ടിരുന്ന സമയത്താണ് എനിക്ക് എൻ്റെ റിസൾട്ട് വന്നത്. അതെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി.
അങ്ങനെ ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി. എല്ലാവർക്കും അറിയാം ഈ ഒരു കാലഘട്ടത്തിൽ അയർലൻഡിലേക്കുള്ള പ്രോസസ്സിങ് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒരു ജോലി കിട്ടാനായിട്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ, അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തന്നു. ഫെബ്രുവരിയിൽ എനിക്ക് ഇൻ്റർവ്യൂ വന്നു. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകാൻ പറ്റി. അങ്ങനെ ഞാൻ ജൂണിൽ ഈ 2025 ജൂണിൽ നാട്ടിലേക്ക് വന്നു. ഞാൻ നാട്ടിൽ വന്നു. അപ്പോൾ എനിക്ക് അയർലൻഡിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഉണ്ട് നേഴ്സ് ലൈസൻസ് കിട്ടണമെങ്കിൽ. ഞാൻ ജൂണിൽ നാട്ടിൽ വന്നു. ജൂലൈ 7-ാം തീയതി ഞാനിവിടെ വന്ന് ഞാൻ സ്വന്തമായിട്ട് ഉടമ്പടി എടുത്തു. അങ്ങനെ എനിക്ക് ഈ കാശ് രൂപം കിട്ടി. ഞാൻ ഇവിടുന്ന് കാശ് രൂപവും തേനും ഉപ്പും പത്രവും ഒക്കെ ആയിട്ട് ഞാൻ അയർലൻഡിന് പോയി. ഞാൻ ആപ്റ്റിറ്റ്യൂഡ് എക്സാം അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞാൻ ഫെയിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷേ എനിക്ക് സങ്കടം ഉണ്ടായത് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് ഉടമ്പടി എടുത്തിട്ട് പോയതാണ്, എന്നിട്ടും എനിക്കത് കിട്ടിയില്ല. പക്ഷേ ഞാൻ മാതാവിനോട് കുറേയേറെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു വെളിപാട് പോലെ വന്നു, നിൻ്റെ പ്രാർത്ഥന പോരാ, നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതായി. അപ്പം എനിക്കവിടെ ഇംഗ്ലീഷ് കുർബാനയാണുള്ളത്. എന്നിട്ടും ഞാൻ പോയി. എന്നും രാവിലെ ഈ എക്സാം 2 അറ്റംപ്റ്റ്, ഒരറ്റംപ്റ്റ് ഞാൻ ഫെയിലായി. ഓക്കെ, അതിന് 14 സ്റ്റേഷനാണ്, അതിൽ 7 സ്റ്റേഷൻ ഞാൻ പോയി. അത് കഴിഞ്ഞ് സെക്കൻഡ് അറ്റംപ്റ്റ് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും ചെയ്തു. അതിൽ എനിക്ക് വീണ്ടും 1 സ്റ്റേഷൻ പോയി. എൻ്റെ കൂടെ വന്ന ബാക്കി എല്ലാവരും പാസ്സായി, ഞാനും വേറൊരു കുട്ടിയും മാത്രമായി. അങ്ങനെ എനിക്ക് പിന്നെ വീണ്ടും അറ്റൻഡ് ചെയ്യാൻ, അപ്പം അതിന് പൈസ വേണം. നല്ല അവിടുത്തെ കണക്കിന് 2,800 യൂറോ വേണം നമുക്കൊരു എക്സാമിന്. അപ്പോൾ എനിക്ക് ഇത്രയും പൈസ ചിലവുണ്ട്. പക്ഷേ അമ്മ മാതാവ് എന്നെ അപ്പോഴും കൈവിട്ടില്ല. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ അമ്മയോടും ഞാൻ വിളിച്ചു പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഹസ്ബൻഡിനോടും ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ പരീക്ഷിക്കുന്നതാ മാതാവ്, നീ ഒന്നും കൂടി മാതാവിൻ്റെ അനുഗ്രഹമുള്ള കുട്ടിയാണ്, നീ പ്രാർത്ഥിക്കും, നിനക്ക് ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ എല്ലാ ദിവസവും ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോയി പ്രാർത്ഥിച്ചു. വീണ്ടും എനിക്കൊരു ഡിസിഷൻ ലെറ്റർ വേണം, വീണ്ടും അടുത്ത എക്സാം എഴുതണേ. അങ്ങനെ ഞാൻ ഓഗസ്റ്റിൽ ചെന്ന് ഞാൻ അവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ എനിക്ക് താമസിക്കാനുള്ള എൻ്റെ അക്കോമഡേഷൻ ഓൾറെഡി കഴിഞ്ഞിരുന്നു. പിന്നെ എനിക്ക് 6 മാസത്തെ വിസയായിരുന്നു അടിച്ചിട്ടുണ്ടായത്. അപ്പോൾ എനിക്ക് 6 മാസം അയർലൻഡിൽ നിൽക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ പൈസയില്ല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് അപ്പോൾ മാതാവ് എനിക്ക് അവരെ കാണിച്ചു തന്നു. അവരെന്നെ 6 മാസം എൻ്റെ ഫുൾ ചിലവും എടുത്ത് അവരെന്നെ അവരുടെ വീട്ടിൽ നിർത്തി. എനിക്കുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം എൻ്റെ മാതാവ് എനിക്ക് അങ്ങനെ ഒരുക്കി തന്നു. എനിക്ക് ഒരു ടെൻഷനും കൂടാണ്ട് എനിക്ക് അടുത്ത എക്സാമിനേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ വരെ മാതാവ് എനിക്ക് ഒരുക്കി തന്നു. അപ്പോൾ എനിക്ക് പ്രതീക്ഷയായി, എന്നെ ഇവിടെ ഈ രാജ്യത്തെ കൊണ്ടുവന്നത് ഇവിടെ നിൽക്കാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ ഞാൻ വീണ്ടും സെപ്റ്റംബറിൽ ഡേറ്റ് എടുത്തു, ഡിസിഷൻ ലെറ്റർ കിട്ടി. അടുത്ത എക്സാമിന് ഡേറ്റ് എടുത്ത് ഞാൻ ഒക്ടോബറിൽ പ്രിപ്പയർ ചെയ്തു. നവംബറിൽ ഞാൻ എക്സാം എഴുതി. എൻ്റെ റിസൾട്ട് ഡിസംബറിൽ വന്നു. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എത്ര വട്ടം ഞാൻ ഫെയിലായ കാര്യമാണോ, ഞാൻ എത്രമാത്രം എന്തിനു വേണ്ടി കരഞ്ഞോ, പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാതാവ് എനിക്ക് പാസ്സാക്കി തന്നു. എൻ്റെ കൂടെയുള്ളവർ മൊത്തം പറഞ്ഞു, നീ മാതാവിൻ്റെ ബ്ലെസ്സിങ് കിട്ടിയ കുട്ടിയാണ്. അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസന മാതാവിനെ എത്രമാത്രം ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ അതിൻ്റെ ഫലമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതെന്ന്. അങ്ങനെ എൻ്റെ വിശ്വാസം ഞാൻ അവരിലും ഏറ്റു പറഞ്ഞു. അവരെല്ലാവരും പറഞ്ഞു, നീ നല്ല ബ്ലെസ്ഡായ കുട്ടിയാണ്. സത്യമാണ്, എൻ്റെ പേര് മരിയ എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ കൃപാസന മാതാവ് എന്നെ അത്രയധികം ഉയർത്തിയതാണ് ഞാൻ വിശ്വസിക്കുന്നു. അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹം തന്നെയാണ് അതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ കല്യാണം 2023 അന്നും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭംഗിയായിട്ട് മാതാവ് എൻ്റെ കല്യാണവും നടത്തി തന്നു. ഇതൊക്കെയാണ് അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. 2026 ജനുവരി 5 ഞാൻ ജോയിൻ ചെയ്തു അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. പക്ഷേ ഗവൺമെൻറ് പോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് മാതാവ് എന്നെ ജോലിക്ക് ചേർത്തത്. അമ്മ മാതാവിന് 1000 നന്ദി. രോഗസൗഖ്യം എൻ്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്ത് റിലീവ് ആകാറായ സമയത്തായിരുന്നു അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം കൂടി, ഡെങ്കിപ്പനി കൂടിയിട്ട് അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറഞ്ഞു പോയി. അപ്പോൾ ആൾ പോകുമെന്ന് തന്നെ ഡോക്ടേഴ്സ് പെട്ടെന്ന് റെഫർ പറഞ്ഞു. അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ അടുത്തില്ല, എൻ്റെ ആങ്ങളയ്ക്ക് വയ്യാത്ത കുട്ടിയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് നല്ല പേടിയായിരുന്നു എന്താകും എന്നുള്ളത്. പക്ഷേ അമ്മ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ അമ്മയുടെ എന്നേക്കാൾ വിശ്വാസിയാണ് എൻ്റെ അമ്മ. അമ്മയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അമ്മയുടെ ആ വിശ്വാസവും ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസവും കാരണം മാതാവ് എനിക്ക് അവിടെയും തുണയായി വന്നു. എൻ്റെ അമ്മയ്ക്ക് ഒരാപത്തും കൂടാതെ അടുത്തുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് എൻ്റെ അമ്മേനെ സഹായിച്ചു. വീടിൻ്റെ പണി, അടുക്കള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് ശരിയാക്കി തന്നു. അങ്ങനെ അമ്മ മാതാവ് എന്തൊക്കെ കാര്യങ്ങൾ മുടങ്ങിക്കിടന്നോ അതെല്ലാം വളരെ നല്ല രീതിയിൽ എനിക്ക് ആക്കി തന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, ഇപ്പം ഞാൻ അയർലൻഡിൽ അവിടെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പൈസ രോഗികളെ കാണാൻ പോകുമ്പോൾ അവർക്ക് എന്നാ കഴിയുന്നതായിട്ടുള്ള പൈസ കൊടുത്ത് ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ പൊതിച്ചോറ് വിതരണത്തിന് അമ്മയുടെ പൈസ കൊടുത്ത് അമ്മ ചെയ്യാറുണ്ട് അതിവിടെ നാട്ടിൽ. അങ്ങനെയൊക്കെ. പിന്നെ പത്രം ഞാൻ അയർലൻഡിലും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നാട്ടിൽ അമ്മ എല്ലാവർക്കും കൊടുക്കാറുമുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ.
ആത്മീയ ജീവിതം, ബൈബിള് വായിക്കും, കുർബാന, പറ്റുന്ന എല്ലാ ഞായറാഴ്ചയും ഞാൻ കൂടാറുണ്ട്. കാരണം ഞാൻ നേഴ്സായതുകൊണ്ട് എനിക്ക് ഇട ദിവസങ്ങളിൽ പറ്റുമ്പോഴൊക്കെ ഞാൻ പോകും. എങ്കിലും ഞായറാഴ്ചയാണ് കൂടുതലായിട്ടും ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളത്. പിന്നെ കുമ്പസാരം, ഇപ്പം ഞാൻ അവിടെ ചെന്ന് എനിക്ക് ലാംഗ്വേജ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ മലയാളം കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. അല്ലാണ്ട് ഇപ്പം ഇടയ്ക്ക് ഇംഗ്ലീഷിലേക്ക് ഞാൻ അത്ര ഇതായിട്ടില്ല. പക്ഷെ മാതാവ് എന്നെ താമസിയാതെ അതും എനിക്ക് പഠിപ്പിച്ച് തരുമെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ കുമ്പസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡെയിലി ബ്രെഡ് എന്നും ഞാൻ കേൾക്കാറുണ്ട്. 5:30 അച്ഛൻ്റെ ജപമാലയും കൂടാറുണ്ട്. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ചേർന്ന് ജപമാല ചെല്ലാറുമുണ്ട്. മാതാവിന്, ഈശോയ്ക്കും ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയതിൻ്റെ കൃപാസന മാതാവിന് എന്നും നന്ദി. ഇനിയും മുന്നോട്ട് അമ്മയുടെ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും, എനിക്ക് ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ. മാതാവിന് ഒരുപാട് നന്ദി. അവിടുന്ന് അവരെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവരെ ആനന്ദിപ്പിച്ചു. സങ്കീർത്തനം 21:6 ഉടമ്പടി ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുവാനുള്ള ഒരു വലിയ വിളിയാണ്. ദൈവസാന്നിധ്യമാണ് നമ്മുടെ യഥാർത്ഥ സന്തോഷത്തിൻ്റെ ഉറവിടം. ഒരുപക്ഷെ നമുക്ക് താൽക്കാലിക സന്തോഷം പല ഇടങ്ങളിലൂടെയും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും ഒക്കെ ലഭിക്കാം. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ ദൈവം തന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളെ ആത്മീയമായും ശാരീരികമായും മാനസികമായും അനുഗ്രഹിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ് നമ്മെ ഒരു ആത്മീയ ജീവിതത്തിൽ പുതുക്കുന്ന ഒരു വിശുദ്ധിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നത്. മരിയ മോൾ ബിജു എന്ന മകളുടെ സാക്ഷ്യത്തിൽ ഈ മകൾ ആദ്യമായിട്ട് ഉടമ്പടിയെടുത്ത്, ആദ്യം അമ്മയാണ് ഉടമ്പടിയെടുത്തത്. അമ്മയുടെ ഉടമ്പടിയോട് ചേർന്ന് നിന്നാണ് ഈ മകൾ OET എക്സാം പഠിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഓരോ OET എക്സാം എഴുതാൻ പോയപ്പോഴും പല പ്രാവശ്യവും, ഒരു പ്രാവശ്യം എഴുതി, 2 പ്രാവശ്യം എഴുതി. പിന്നീട് ഈശോയുടെയും അമ്മയുടെയും കൂടുതൽ ആത്മീയതയിലേക്ക് ഉള്ളൊരു വളർച്ചയാണ് നാം കാണുന്നത്. ഓരോ ഫെയിലിയേഴ്സ് വരുമ്പോഴും ഈശോയുടെയും അമ്മയോടും കൂടുതൽ ഉറച്ച വിശ്വാസത്തിലേക്ക് മകൾ തിരിച്ചു വരികയാണ്. അങ്ങനെ തന്നെയാണ് OET എക്സാം പാസ്സാവുകയും പിന്നീട് വന്ന് ഉടമ്പടി എടുക്കുകയും, ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ചപ്പോഴാണ് പിന്നീട് അവിടെ ഒരു നഴ്സിംഗ് പാസ്സായി നഴ്സിംഗ് ജോലി കിട്ടുകയും ഐലൻഡിലേക്കുള്ള സ്കോർ കിട്ടാൻ സാധിക്കുകയൊക്കെ ചെയ്തത്. പിന്നീട് 6 മാസത്തെ സ്റ്റേ പോലും മാതാവ് ഒരുക്കി കൊടുക്കുകയാണ്. അവിടെ എല്ലാ കാര്യത്തിലും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ് ഈ മകളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. എവിടെ പോയാലും എന്തിനു പോയാലും ഒരു ദൈവ സാന്നിധ്യമുണ്ട് ഈ മകളുടെ ജീവിതത്തിൽ. അങ്ങനെയാണ് ഈ മകൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് കുടുംബമായിട്ട് വന്നിന്ന് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. ഐലൻഡിൽ ഒരു നല്ല ജോലി നൽകി അനുഗ്രഹിച്ചതിന്. തന്നെയുമല്ല, വിവാഹം നടത്തി കൊടുക്കുകയും കുടുംബത്തിൽ രോഗശാന്തി ലഭിക്കുകയും ഒക്കെ ചെയ്തത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ നമ്മെ രക്ഷിക്കുന്ന, നമ്മെ കരം പിടിച്ച് ഈശോയിലേക്ക് നയിക്കുന്ന ഒരു മധ്യസ്ഥം വഹിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ കൂടി ദൈവസന്നിധി ജീവിക്കാനുള്ള നിത്യമായ അനുഗ്രഹവും സത്യമായ സന്തോഷവും ലഭിക്കാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ആ അനുഗ്രഹങ്ങളുടെ ഉറവിടത്തിൻ്റെ ആ സന്നിധിയിലേക്കാണ് നാം വന്നിരിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും, ബുദ്ധിമുട്ടുകൾ എന്ത് തന്നെയായാലും, പരിശുദ്ധ അമ്മ കാനായിൽ വിവാഹ വിരുന്നിൽ ആ കുടുംബത്തിലെ കാര്യങ്ങളിൽ ഇടപെട്ടതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളിലും കൃപാസനം അമ്മ ഇന്നും ഇടപെടുന്നത്. നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നയിക്കുമ്പോഴാണ് ഈശോയ്ക്കും അമ്മയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഒരു വാതിൽ, ഒരു വഴി തുറന്നു കൊടുക്കുന്നത്. ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. നമ്മെയും എന്നേക്കും അനുഗ്രഹപൂർണ്ണരാക്കുവാനും ആ സാന്നിധ്യത്തിൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മരിയമോൾക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി.